ചേട്ടാ. ഹായ് ഹായ്. ഹായ്. അപ്പോ വളരെ സന്തോഷവും സമാധാനമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും ഇന്ന് നമ്മളിവിടെ രാജേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വേറൊരു ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ആരംഭിക്കാൻ വളരെ വിശാലമായിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. എയുടെ ഗ്രൂപ്പ് ഇവിടെയാണ് എല്ലാം ആരംഭിക്കുന്നത്. അപ്പോ ഇത് നമ്മുടെ പാംപ്ലെറ്റിന്റെ ഒരു ചെറിയ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ സർവീസ് ബോർഡ് ഉണ്ടാക്കിയ കാലഘട്ടം 1951 മുന്നേ വരെ ഈ പരിപാടികളൊക്കെ നമ്മൾ ഗ്രേപ്പ് വൈൻ അല്ലെങ്കിൽ അതാത് പ്രാദേശിക ഗ്രൂപ്പുകൾ ക്ലീവ്ലാൻഡിലെ ഗ്രൂപ്പൊക്കെ ആദ്യമായിട്ടൊരു പാംപ്ലെറ്റ് സ്പോൺസർഷിപ്പിന്റെ ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും കോൺഫറൻസ് അപ്രൂവ്ഡ് ലിറ്ററേച്ചർ ആയിട്ട് കരുതപ്പെട്ടിട്ടില്ല. 1951 ജാക്ക് അലക്സാണ്ടറുടെ ആർട്ടിക്കിളിലൂടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അപ്രൂവ്ഡ് ലിറ്ററേച്ചറുകളുടെ പാംപ്ലെറ്റുകളുടെ ചരിത്രം തുടങ്ങുന്നു. പിന്നീട് 1965 നിരവധി പാംപ്ലെറ്റുകൾ വന്നു. നമ്മുടെ ഈ ഒരു പാംപ്ലെറ്റ് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന പാംപ്ലെറ്റ് 1965 വരുന്നത്. അപ്പോൾ GSR പാംപ്ലെറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുറെ സജഷൻസ് ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ 1956 ഉണ്ടായിരുന്ന പാംപ്ലെറ്റിന് മാറ്റങ്ങൾ വരുത്തിയൊരു കുറെ. കാരണം എയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാനും നമ്മൾ കെട്ടിക്കിടക്കുന്ന ജലാശയമല്ല ആൽക്കഹോളിക്സ് അനോണിമസ്. അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. പുതിയ ആശയങ്ങളെ എടുക്കാനും നമ്മൾ ഈ കടുകട്ടിയായിട്ട് ഇതിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്ന രീതിയൊന്നുമല്ല. പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങൾ നമ്മുടെ പാരമ്പര്യങ്ങളും പടികളും അതേ രീതിയിൽ തുടർന്നു പോകുന്നുണ്ട്. ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോ നിലവിൽ നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പാംപ്ലെറ്റ് ആണ്. മലയാളത്തിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലിറ്ററേച്ചർ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാൽ നാട്ടിലത് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ തുടക്കം ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും വിവരങ്ങളും അടങ്ങിയിട്ടുള്ള രീതിയിലാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ലഘുലേഖ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് യിൽ വരുന്ന ഒരു അംഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അംഗമാണ് എന്ന് അയാൾ പറയുന്നതോടുകൂടി നമുക്കറിയാം അയാൾ അംഗാവും. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് വലിയ ഇതില്ല, 2 അതിലധികമോ ഇപ്പൊ 3 പേര് എന്ന് പറയാറുണ്ട്. 3 പേരാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം എന്ന് പറയും. അപ്പൊ ഒന്നാമത്തെ പാരമ്പര്യമൊക്കെ ഉണ്ടായ സ്ഥലത്ത് നമ്മളോട് ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു അരാജകവാദികളുടെ കൂട്ടാണോ, ഇഷ്ടത്തിന് പോകാൻ പറ്റുമോ, ആർക്ക് വേണച്ചാൽ ഗ്രൂപ്പ് തുടങ്ങാന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. നമ്മളിതെല്ലാം പറയുമ്പോഴും നമുക്ക് കുറഞ്ഞ സംഘടനാശേഷിയെ വേണ്ടുള്ളൂ എന്ന് പറയുമ്പോഴും അത്ര നമ്മൾ ഇതെല്ലാം ഒരു ചട്ടക്കൂട് ആദ്യം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ പടുത്ത് ഉയർത്തി ഗംഭീരം ഒരു ഫെലോഷിപ്പിനും അല്ലെങ്കിൽ വേറൊരു സംഘടനയ്ക്കും ചെയ്യാൻ പറ്റാത്ത മനോഹരമായ രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ നിയമങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോഴും അവരവർ പാലിക്കുന്ന നിയമങ്ങളെക്കാൾ കർശനമായി ഒരു മദ്യാസക്തൻ നിർബന്ധമായി ചെയ്യേണ്ട രീതിയിലേക്ക് പാരമ്പര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചാൽ അത് അവരവരനുസരിക്കണം. ഇതിന് പ്രത്യേകിച്ച് ഇപ്പൊ വടിയെടുത്ത് അനുസരിപ്പിക്കാൻ ആരുമില്ല. ഞാൻ എന്റെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഗ്രൂപ്പിന്റെ പരമാധികാരിയായിട്ട് ദൈവത്തെയൊക്കെ വെക്കുന്നതിന്റെ കാരണം നമ്മളാണിത് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതില് കുറെ നമ്മുടെ സർവീസ് മാനുവൽ എന്താണ്, സർവീസ് മാനുവൽ ഉണ്ട്, സാഹിത്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ ഏക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അറിയണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് അത് എടുത്തു വെച്ച് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങി പോവുക എന്നുള്ള രീതിയല്ല. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി. പല ആളുകളും കമന്റ് ഇതിനടുത്ത് ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഈ കുറച്ച് ആളുകൾ എയുടെ ലിറ്ററേച്ചർ നിരത്തി വെച്ച് എന്ന് പറയുന്നു. എയുടെ ലിറ്ററേച്ചർ നിരത്തി വെച്ചിട്ട് വായിക്കാൻ അറിയുന്ന ആർക്കും പറയാം. ഏക്കാരായ എല്ലാ മനുഷ്യർക്കും അത് പറയാനുള്ള അവകാശവും അതിനെ മനസ്സിലാക്കാനുള്ള അറിയേണ്ടതുമാണ് എല്ലാ ഏക്കാരും. ഇത് ഏതെങ്കിലും ഒരാളുടെ കുത്തകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ കയ്യിലോ നിൽക്കുന്ന ഒന്നല്ല ആൽക്കഹോളിക്സ് അനോണിമസ്. ഇത് ഏക്കാരായ എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോ ലിറ്ററേച്ചറുകളും നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഫെലോഷിപ്പിനെ മനസ്സിലാക്കാൻ, അതിലൂടെ നമുക്ക് നമ്മുടെ സുബോധാവസ്ഥ നിലനിർത്തുകയും മറ്റുള്ളവരെ സഹായിക്കാനും കൂടുതൽ ഭംഗിയായിട്ട് സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ പറയാറുണ്ട് ഓരോ അറിവുകളും നമ്മുടെ കുഴപ്പങ്ങളെ നമുക്ക് എപ്പോഴും അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാണ് അറിവുകൾ സഹായിക്കുക എന്ന് പറയും.
നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അന്ധകാരം. അപ്പൊ അറിവുണ്ടാകുമ്പോൾ എന്താണ്, കൂടുതൽ മധ്യാസക്തരിലേക്ക് സന്ദേശം കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. അതെങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് നമ്മുടെ പരിമിതികളും നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളിലും ആൽക്കഹോളിക്സ് അനോണിമസിന് ഞാൻ എന്ത് ചെയ്യണം? ഒരു മീറ്റിംഗ് നടത്തിപ്പ്, മീറ്റിംഗിലേക്ക് ആള് വരുന്നതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് അതെല്ലാം വിശദമായിട്ട് പറയുന്ന രീതിയിലുള്ള ഒന്നാണ് ഈ ഒരു ലഘുലേഖ. അപ്പോ ഈ ലഘുലേഖ 4 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, എന്താണ് ഒരു AA ഗ്രൂപ്പ് എന്നതാണ് ആദ്യത്തെ ഭാഗം. എന്താണ് AA ഗ്രൂപ്പ്? അതിന്റെ വിശദമായിട്ട് തന്നെ നമ്മൾ AA ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ചെറിയ ഒരു നിർവചനമാണ് 2 അല്ലെങ്കിൽ അതിലധികമോ പേർ ചേർന്നാൽ ഒരു AA ഗ്രൂപ്പ് ആവും. പക്ഷെ അത് മാത്രമാണോ AA ഗ്രൂപ്പ്? എങ്ങനെയാ AA ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്? നമ്മളെ പിരമിഡിന്റെ ആകൃതിയിലാണ് എന്ന് പറയുമ്പോൾ AA ഗ്രൂപ്പാണ് മുകളിൽ, ബാക്കിയെല്ലാം കീഴേ എന്ന് പറയുമ്പോൾ എന്തിനാണ് മറ്റു സംവിധാനങ്ങൾ? എങ്ങനെയാ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത്? നമ്മളൊരു AA അംഗം എന്ന നിലയ്ക്ക് നമ്മൾ അറിയണം. പിന്നെ ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. ഇനി ഒരു AA ഗ്രൂപ്പ് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിലെ മറ്റുള്ള ആളുകളുണ്ട്. നമുക്ക് ഈ സന്ദേശം പുറത്ത് ആളുകളിലേക്ക് എത്തിക്കണം. അവരുമായിട്ട് എങ്ങനെയാ നമ്മൾ ബന്ധപ്പെടേണ്ടത്? ആർക്കൊക്കെ എന്തൊക്കെയാ പറ്റുക എന്നുള്ള കാര്യം. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ മനോഹരമായി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉപയോഗിക്കലാണ് ലിറ്ററേച്ചറിന്റെ ഉദ്ദേശം. എല്ലാ ലിറ്ററേച്ചറും അതിനു വേണ്ടിയിട്ടാണ്. വ്യക്തിപരമായ മോചനവും മറ്റുള്ളവരെ സഹായിക്കാണ്. വ്യക്തിപരമായ മോചനം എനിക്ക് കിട്ടിയാലാണ് മറ്റുള്ള ഒരാളെ എനിക്ക് സഹായിക്കാനായിട്ട് സാധ്യമാകുന്നതാണ്. അപ്പോ മൊത്തത്തിലുള്ള AA ഘടന, അതുമായിട്ട് ഓരോ ഗ്രൂപ്പും എങ്ങനെയാ യോജിക്കും? നമ്മൾ വിചാരിക്കുന്ന ഗ്രൂപ്പാണ് എന്ന് പറയുമ്പോൾ ഇതിന് ജനറൽ സർവീസ് ഓഫീസ് ഉണ്ട് എന്നൊക്കെ കരുതുമ്പോൾ പലപ്പോഴും ആദ്യകാലത്തൊക്കെ ഞാൻ വിചാരിച്ചത് നമുക്ക് എപ്പോഴും മെയിൽ കമ്മിറ്റി വിഭാഗം ഉള്ളതുകൊണ്ട് ഗ്രൂപ്പിന്റെ മുകളിലാണ് ഇന്റർ ഗ്രൂപ്പ് എന്നും, ഇന്റർ ഗ്രൂപ്പിന്റെ അടുത്ത ഉയർന്ന തസ്കിതയാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, അയാൾ ഉയർന്നു കേട്ടോ എന്ന് പറയും, അറിയാതെ സെക്രട്ടറിമാരൊക്കെ. ഇപ്പൊ എന്താ, അദ്ദേഹം ഇപ്പോ GSR ആയി അല്ലെങ്കിൽ ഇന്റർ ഗ്രൂപ്പിന്റെ IGR ആയിട്ട് പോയി, മെയിൽ കമ്മിറ്റിയിലേക്ക് പോയി എന്ന് പറയും. അറിയില്ലല്ലോ നമ്മളിത് എങ്ങനെയാ Aയുടെ പ്രവർത്തനം എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പറഞ്ഞു പോവുക. അതേപോലെ ഇന്റർ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ സന്ദേശം കൊടുക്കുമ്പോൾ ഇന്റർ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഗ്രൂപ്പുകൾക്കുള്ള നിർദ്ദേശം എന്നൊക്കെ പറയും. പലപ്പോഴും അറിയില്ല ഒരു ഇന്റർ ഗ്രൂപ്പിന്റെ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ DCMനോ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്ക് പൊതുവായി നിർദ്ദേശം കൊടുക്കാൻ സാധ്യമല്ല. എന്തിന്? ഒരു ഗ്രൂപ്പിന്റെ GSRക്ക് ഗ്രൂപ്പ് നിർദ്ദേശിക്കാണ്ട് എവിടെയെങ്കിലും പോയിട്ട്, നമ്മളൊക്കെ തെറ്റല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു ഗ്രൂപ്പിന്റെ പേരിൽ ആശംസ കൊടുക്കാൻ എങ്ങനെയാ പറ്റുക? അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോവാണ്, ഓൺലൈൻ മീറ്റിംഗിൽ തന്നെ ഇന്റർ ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് ഓൺലൈനിൽ. ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് മിഡ് നൈറ്റ് സ്റ്റാറിന്റെ പേരിൽ ആശംസ പറയാൻ പറ്റുമോ? മിഡ് നൈറ്റ് സ്റ്റാറിന്റെ പേരിൽ ഞാൻ ആശംസ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമ്മിറ്റി കൂടണം, ഇതിന്റെ ബിസിനസ് മീറ്റിംഗ് കൂടണം, ഇവര് ചുമതലപ്പെടുത്തണം. ഇവിടെ നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇന്റർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ പരിപാടിയിൽ മിഡ് നൈറ്റിന്റെ ഭാഗമായിട്ട് ഞാൻ ആശംസ പറയണം എന്ന് പറയണം. എന്നാലേ എനിക്ക് പറയാൻ പറ്റൂ. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിയില്ലാതെ ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല, നമ്മൾ വിചാരിക്കുക ഏറ്റവും മുകളിലാണ്. അപ്പൊ GSOയില് എന്തെങ്കിലും നിർദ്ദേശം പോയാൽ GSO അവിടുന്ന് ഇങ്ങോട്ട് ഒരു നിർദ്ദേശം ഇങ്ങോട്ട് തരും, അതിങ്ങോട്ട് നടപ്പിലാക്കുക, GSOയില് പറയുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ സംഭവമാണ്. ഏരിയ കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഏരിയ കമ്മിറ്റിയുടെ ചെയർമാൻ, ഏരിയ കമ്മിറ്റിയുടെ ഇത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അറിവില്ലാത്തത് കൊണ്ട് ഈ Aയുടെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഈ സർവീസ് ബോർഡിന്റെ ചുമതലകളൊക്കെ എഴുതും, ഏരിയ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇവിടെ സംസാരിക്കുന്നതെന്നൊക്കെ. അത് നമ്മുടെ ആ പഴയ ശീലം നമ്മൾ അറിയാതെ കയറി വരും. യഥാർത്ഥത്തില് ഏതൊരു സർവീസിന്റെ ചുമതലകളും സർവീസ് മീറ്റിംഗിൽ മാത്രമാണ് അതിന് സാധ്യത ഉള്ളത്. ഒരു വാർഷികം നടക്കുമ്പോൾ ഒന്നും സ്ട്രക്ചറൽ സർവീസിന്റെ ഭാഗമല്ല വാർഷികമൊക്കെ, ഫെല്ലോഷിപ്പിംഗ് ആണ്. അതെല്ലാം വേണ്ടതാണ്, അതൊന്നും തെറ്റല്ല. നമ്മൾ ആളുകൾ കൂടിച്ചേരാൻ, കൂടുതൽ പേരിലേക്കുള്ള ആളുകൾക്ക് നല്ലൊരു ഉണർവ് ഉണ്ടാവാൻ. നമുക്കറിയാം, ഒരു വാർഷികമൊക്കെ കഴിഞ്ഞാൽ വളരെ നല്ല ആവേശം ഉണ്ടാവും. സെമിനാറുകള്, അതേപോലെ കോൺഫറൻസുകള് എല്ലാം നമുക്ക് വേണ്ടതാണ്. ഫെല്ലോഷിപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതിനൊക്കെ നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നമ്മൾ പോകുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം. അപ്പൊ നമ്മൾ അറിവില്ലായ്മകളാണ് അപ്പൊ നമ്മളെ കുഴപ്പങ്ങളിലേക്ക് വെക്കുന്നത്. അപ്പൊ നമുക്ക് വേറൊരാളുടെ കുഴപ്പങ്ങളെ തിരുത്താൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമ്മളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഈ മാറ്റം വരുത്താൻ തുടങ്ങാൻ പറ്റും. ചെറിയൊരു തുടക്കം. നമ്മുടെ ഒരു മഹാനായ ഒരു കവി പറഞ്ഞ പോലെ, ഒരു തുടക്കം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറണം,
തുടക്കം എന്നിൽ നിന്നായിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോ ആ രീതിയിലായിരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം. പുതുതായിട്ട് ഇന്ന് ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന ആളിനെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിലേക്ക്. ബിബിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഇടാം. അപ്പോ എന്തായാലും കേട്ടിരിക്കുക. നമ്മൾ ഇന്നിവിടെ ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് എന്താണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോ ഓരോ ഗ്രൂപ്പിന്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ മറ്റു സംഘടനയെ പോലെയല്ല ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിന് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഗ്രൂപ്പാണ്. 2 അതിലധികമോ പേർ ചേർന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താനാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇനി എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെല്ലോഷിപ്പിന്റെ ഏക ഉദ്ദേശം എന്താ? നമ്മളിവിടെ പ്രയാമ്പിളും വായിച്ചിട്ടുണ്ട്. എന്താ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ പ്രയാമ്പിള് കൃത്യമാണ്. എല്ലാത്തിലും ഉണ്ടല്ലോ. ഏതൊരു ഭരണഘടന നമുക്കറിയാം, പൗരത്വം പുറത്തെല്ലാം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ പ്രയാമ്പിളാണ് ആ രാജ്യത്തെ വരവേൽക്കുക, ആ രാജ്യം എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനം പറയുക. അതേപോലെ തന്നെ നമ്മുടെ പ്രയാമ്പിള് വളരെ കൃത്യമായിട്ട് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5ാമത്തെ പാരമ്പര്യ പ്രകാരം ഇപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യാസക്തർക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഗ്രൂപ്പിന്റെ പ്രാഥമിക ഉദ്ദേശം. ഇപ്പോ തങ്ങൾക്ക് സ്വയം ഈ രോഗത്തിൽ നിന്ന്, ഇതൊരു രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ രോഗമാണ്, അതിൽ നിന്ന് മോചനം നേടാനായിട്ട് പറ്റുന്നില്ല, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയാം. അപ്പൊ നമുക്ക് കൂടുതൽ നന്നായിട്ട് ഒരാൾക്ക് സന്ദേശം കൊടുക്കാനായിട്ട് പറ്റും. അത്തരം മദ്യാസക്തർ അവര് സ്വയം തങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരോട് പറയാണ്, നിങ്ങൾക്ക് ഒരു മാർഗമുണ്ട്, പുറത്തേക്ക് വരാൻ ഒരു മാർഗമുണ്ട്. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത മാർഗമാണ്. ഞങ്ങൾ അതിലൂടെയാണ് പോകുന്നത്. വളരെ മനോഹരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് വരിക. അപ്പൊ ഗ്രൂപ്പ് എന്തിനാണ്? ഗ്രൂപ്പ് ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ കൂടുന്നത്. വേറെ ഒരു ഉദ്ദേശവും നമുക്ക്. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന, കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് എയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഏറ്റവും പ്രാഥമികമായ ഒരു ലക്ഷ്യം. നമ്മുടെ കച്ചവടം അതാണ്. അപ്പോ ബില്ലിന്റെ വാക്കുകള്, ലോകത്താകമാനം ഒരു പുത്തൻ ആത്മീയ ഉണർവിന്റെ അമരത്ത് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാകുമെന്ന് പ്രവചിച്ചവരുണ്ട്. തികച്ചും ആത്മാർത്ഥയോടും മഹാമനസ്കതയോടും കൂടിയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇത് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഇത്തരം സ്തുതിയും പ്രവചനങ്ങളും നമ്മൾ അധികം പേരെയും സംബന്ധിച്ച് ഒരു ഭ്രാന്തൻ കുടിയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അതായത് എയുടെ ലക്ഷ്യം മേൽ പറഞ്ഞതാണ് എന്ന് നമ്മൾ ശരിക്കും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അപ്പോ ആത്മീയമായ ഉണർവുണ്ടാകും. ലോകത്ത് എമ്പാടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശങ്ങളൊക്കെ വളരെ മഹത്തരമാണ്. നമ്മൾക്കും തോന്നും വളരെ മനോഹരമാണല്ലോ ഫെലോഷിപ്പിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ. ഇതെന്തുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളെ കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യുന്നത്? പുതുതായിട്ട് കടന്നു വരുന്ന ആളുകളൊക്കെ പേയുടെ ഗ്രൂപ്പുകളിൽ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനം, നിരവധി തർക്ക വിഷയങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മൾ കുഴപ്പമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾ, കുഴപ്പം കള്ളുടിയന്മാരാണ്. അപ്പോ നമ്മൾ ഈ കുഴപ്പങ്ങളെ കുറിച്ച് പറയുന്നതിന്റെ കാരണം നമ്മൾ കുഴപ്പക്കാരായതുകൊണ്ടാണ്. തുടക്കകാലത്ത് അതെന്താ വെച്ചാൽ ഈ തത്വങ്ങളൊക്കെ കേൾക്കുന്ന ഒരാൾ വിചാരിക്കും ഭയങ്കര മനോഹരമായ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും മനഃശാസ്ത്രപരമായിട്ടും മതങ്ങളിൽ നിന്നും എല്ലാം എടുത്ത തത്വങ്ങളാണ്. ഒരു മനുഷ്യൻ എങ്ങനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാമെന്ന് കാണിക്കുന്ന തത്വങ്ങളാണ്. അപ്പോ ഈ ലോകത്തില് വലിയൊരു മാറ്റം ഉണ്ടാവുക, ആ മാറ്റത്തില് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാകുമെന്ന് പ്രവചിച്ച ആളുകളൊക്കെ ഉണ്ട്. അവര് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്. കാരണം അവർ ഈ എയുടെ തത്വങ്ങൾ മനസ്സിലാക്കുന്നു, എയുടെ കാര്യങ്ങളൊക്കെ ഗംഭീരമാണ് എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പൊ നമ്മളോട് പറയുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ കുറിച്ചുള്ള പുകഴ്ത്തലുകളും നമ്മൾ സ്വയം നമ്മളെ തന്നെ ഗംഭീരമാണ് എന്ന് പറയലുകളും ഒരു ഭ്രാന്തൻ കുടിയിലാണ് പലപ്പോഴും അവസാനിക്കാറുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എപ്പോഴും പറയാറുണ്ട്, അവനവന്റെ അഭിമാനബോധം നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ വലിയ ഗൗരവത്തിലൊന്നും കാണാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ
നമ്മൾ പലപ്പോഴും ഒരു ഭ്രാന്തമായ കുടിയിലാണ് ചെന്നെത്തുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത് പ്രതീക്ഷിക്കുകയാണ്, ഇങ്ങനെ ലോകത്തെ മാറ്റിമറിക്കാനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ബിൽ വിൽസനോട് പറഞ്ഞു, ബില്ല് നീ പരിപാടിയൊക്കെ നിർത്ത് എന്ന് ബില്ലിനോട് പറഞ്ഞിട്ടുണ്ട്. കുടിയന്മാരുടെ പിന്നാലെ നടക്കരുത്. ആ കാൽവരി മിഷന്റെ ചർച്ചിലെ അവിടുത്തെ അച്ഛനായിരുന്ന അദ്ദേഹത്തിന്റെ റൂമിലേക്ക്, പ്രീസ്റ്റിന്റെ റൂമിലേക്ക് ഒരു ഷൂ, നമ്മുടെ സാം ഷൂമാക്കറുടെ റൂമിലേക്ക് ഒരു ഷൂ വലിച്ചെറിഞ്ഞിട്ടുണ്ട് മദ്യാസക്തൻ. പല പ്രശ്നങ്ങളും മദ്യാസക്തരെ കൊണ്ട് ആദ്യകാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന് മുന്നേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ബില്ലിനോട് പറഞ്ഞത്, നീ മദ്യാസക്തര് വിട്, അവർ എളുപ്പമല്ല, അവർക്ക് ദൈവവിളി ഉണ്ടാവട്ടെ, അവര് വരട്ടെ, നീ ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യാനാ ബില്ലിനോട് പറഞ്ഞത്, നിന്നെ കൊണ്ട് ലോകത്തിന് ആവശ്യമുണ്ട് എന്നാവാം. പക്ഷെ ബില്ല് പറഞ്ഞത്, അല്ലെങ്കിൽ ബില്ല് അവരോട് പറഞ്ഞില്ലെങ്കിൽ ബില്ല് സ്വയം കരുതിയത്, എനിക്ക് വേറെ ആളുകളോടൊന്നും പറയാനില്ല, ഞാൻ പ്രവർത്തിക്കേണ്ടത് ഈ കള്ളുടിയന്മാരുടെ ഇടയിലാണ്. ഞാൻ അങ്ങനെ ആയിരുന്നു, വളരെയധികം വിഷമതകൾ നിറഞ്ഞുകൊണ്ട് എത്രയോ തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല, എന്തുകൊണ്ടാണ് എനിക്ക് ഈ കൂടി നിർത്താൻ പറ്റാത്തതെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു മദ്യാസക്തന്റെ വിഷമം അറിയും, നമ്മളെ ഉണ്ടാവുള്ളൂ എന്ന ബില്ലിന്റെ ആ ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ ബില്ല് പറഞ്ഞത്, ഈ ലോകത്തെ നന്നാക്കാനായിട്ട് പല ആളുകളും ഉണ്ടാവും, പലരും ഉണ്ടാവും, പക്ഷെ മദ്യാസക്തരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നമ്മളെ ഉണ്ടാകൂ. ഈ സമൂഹം നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ആ സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രവർത്തനം ഊന്നൽ കൊടുക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ നമ്മുടെ ജീവൻ രക്ഷിച്ചു. നമ്മുടെ സമൂഹത്തിലെ ആളുകളാവുണ്ട്, പക്ഷെ എന്ത് വേണം? ആൽക്കഹോളിക്സ് അനോണിമസിൽ പ്രവർത്തിക്കണം. ബില്ല് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതിന് മുന്നേ നീ നിന്റെ സഹോദര വർഗത്തിൽപ്പെട്ട, നിനക്കെന്തായിരുന്നു കുഴപ്പം? നിനക്ക് നിന്റെ രോഗത്തെ മറികടക്കാൻ പറ്റിയോ? മദ്യാസക്തി രോഗാവസ്ഥയാണ്, കുഴപ്പം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റാനായി പറ്റിയില്ല. ആ പ്രവർത്തനമാണ് നമ്മൾ വേണ്ടത് എന്ന് ബില്ല് പറഞ്ഞു. മദ്യാസക്തി മൂലം കഷ്ടപ്പെടുന്നവർക്ക് എയുടെ സന്ദേശം എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഏക ലക്ഷ്യം. അത് നമ്മുടെ സമൂഹം ശ്രദ്ധാപൂർവം തീരുമാനമെടുത്തതാണ്. ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ നമ്മെ ദൈവം ചുമതലപ്പെടുത്തിയെങ്കിലും ലോകമാസകലം സദ്ഗുണങ്ങൾ എത്തിക്കാനുള്ള ജോലി നമ്മുടേതാണ് എന്ന അഹങ്കാരം നിറഞ്ഞ ധാരണയിൽ നിന്നും നമ്മൾ ഒഴിവാകണം. ഇത് ഗ്രേറ്റ് പോയിന്റിൽ ബില്ല് എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ നിന്നെടുത്താണ്. 1955 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ വളരെ കൃത്യമായിരുന്നു നമ്മുടെ സഹസ്ഥാപകന്റെ വാക്കുകൾ. നമ്മുടെ പ്രാഥമിക ഉദ്ദേശം മദ്യാസക്തി അതുമൂലം കഷ്ടപ്പെടുന്ന കുടിയന്മാരുടെ ഇടയിലേക്ക് നിങ്ങൾക്കൊരു മാർഗമുണ്ട് പുറത്തേക്ക്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തനിച്ചല്ല, വിഷമിക്കേണ്ട. വരൂ, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന മഹനീയമായ ഒരു മാർഗമുണ്ട്. ഞങ്ങൾ ഇതിലൂടെയാണ് മദ്യപിക്കാതിരിക്കുന്നത്, ഞങ്ങൾ ചില നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. ആ സ്നേഹത്തോടു കൂടി മറ്റുള്ളവനെ കെട്ടിപ്പിടിക്കാൻ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ രോഗം ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കഷ്ടപ്പെടുന്ന മദ്യാസക്തനെ സ്വീകരിക്കുക, ഇതായിരുന്നു ബില്ല് തെരഞ്ഞെടുത്ത മാർഗം. അതിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏക ലക്ഷ്യം. നമ്മൾ പറയാറുണ്ട്, എയിൽ വേറൊരു കച്ചവടവും ഇല്ല. എയിലെ കച്ചവടം മദ്യാസക്തർക്ക് സന്ദേശം എത്തിക്കുക, പുതുതായി കടന്നു വരുന്ന ആളുകൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ അഹങ്കാരം നിറഞ്ഞ് നമുക്ക് പെട്ടെന്ന് നമുക്ക് തോന്നും നമുക്ക് വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മദ്യപിക്കാതെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാറുണ്ട്, ലോകത്തിലെ മൊത്തത്തിൽ മാറ്റിമറിക്കാനുള്ള തീരുമാനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിവാകണമെന്ന് ബില്ല് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ പലപ്പോഴും കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിൽ വിൽസൺ 1955 അത് എഴുതിയത്. ഇനി നമ്മളെ ഗ്രൂപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് എപ്പോഴും നമ്മൾ മൂന്നാമത്തെ പാരമ്പര്യം വെച്ചിട്ടാണ് ഗ്രൂപ്പിലേക്ക് ഒരു പുതുമക്കാരനെ സ്വാഗതം ചെയ്യുന്നത്. അയാൾ ഏത് ജോലി ചെയ്തോട്ടെ, അയാൾ എന്തോ ആയിക്കോട്ടെ, മൂടി നിർത്തണം എന്ന ആഗ്രഹമുണ്ടോ ആർക്കും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് സ്വാഗതമാണ്. തീർച്ചയായിട്ടും വരിക, ആളുകൾ പറയുന്നത് കേൾക്കുക. ഏതെങ്കിലും ആശയങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ചു കാലം നിങ്ങൾ അത് വിടുക, വേറെ ആൾക്കാരെ കേൾക്കുക. തീർച്ചയായിട്ടും ഒരു 90 ദിവസം നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ മനസ്സിലാവും. ഒരാശയത്തിനെതിരെ നിങ്ങൾ കണ്ണടക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആശയങ്ങളും പലതും ഇവിടെ കേൾക്കാം. പക്ഷെ നിങ്ങൾക്കായിട്ടൊരു ആശയം, നിങ്ങൾക്കായിട്ടുള്ള ഒരു സംഭവം ഒരാൾ പറയാറുണ്ട് മീറ്റിങ്ങിൽ, നിങ്ങൾ കണ്ണടക്കുക, മുൻധാരണ വെക്കുക, എയുടെ പ്രോഗ്രാം ശരിയല്ല എന്നുള്ള പ്രഖ്യാപനം നടത്താതിരിക്കുക. തുടർച്ചയായിട്ട് സന്ദർശിക്കുക. എന്തിനാണ്? പരീക്ഷിക്കുക, എന്താ ഇവർ പറയണേ. കുറച്ചു കാലം ഏതെങ്കിലും ഒരാളുടെ വാക്കെടുത്തിട്ട് ഇതാണ് എന്ന് കരുതരുത് എന്ന് കൃത്യമായിട്ട് നമ്മളോട് പറയാറുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനം ഈ 3-ാം പാരമ്പര്യം അനുസരിച്ചിട്ടാണെങ്കിലും വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്ന് അനോണിമിറ്റി ആണ് എ ഐ മീറ്റിംഗിൽ. പുതുമക്കാർക്ക് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മൾ പാലിക്കേണ്ടതും അനോണിമിറ്റിയാണ്. അതുകൊണ്ടാണ് എ ഐ ഗ്രൂപ്പിന്റെ ഈ പാംപ്ലെറ്റിന്റെ തുടക്കത്തിൽ തന്നെ അനോണിമിറ്റിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വളരെയധികം നമ്മൾ സ്വയം ആത്മവിമർശനപരമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് അനോണിമിറ്റി. അവിടെ 12-ാമത്തെ പാരമ്പര്യം വളരെ കൃത്യമായിട്ട് 12-ാം പാരമ്പര്യം നമ്മൾ മീറ്റിങ്ങിൽ വായിക്കാറുണ്ട്. അനാമധേയത്വം നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളുടെയും ആത്മീയമായ അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്നാണ് മറ്റെല്ലാ പാരമ്പര്യവും ഉള്ളത്. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം. നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളെ മീറ്റിങ്ങുകളിൽ വായിക്കുന്നുണ്ട്. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് നമ്മളത് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളെ മീറ്റിങ്ങുകളിൽ വായിക്കുന്ന അനോണിമിറ്റി എന്ന് പറയുന്ന കാര്യം എന്തൊക്കെയാണ് നമുക്ക് അനോണിമിറ്റി ആയിട്ട് ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്? എന്തിനാണ് നമ്മൾ അനാമധേയത്വം സൂക്ഷിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ അജ്ഞാതരായിരിക്കുക? അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ അജ്ഞാതരായിരിക്കുക, നമ്മൾ പൊതുസമൂഹത്തിൽ അറിയപ്പെടാതിരിക്കുക എന്ന് മാത്രമല്ല അനോണിമിറ്റിയിലുള്ളത്. കൂട്ടായ്മയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന ഏക ഉറപ്പായി അനോണിമിറ്റിയെ കുറിച്ച്, അനാമധേയത്വത്തെ കുറിച്ച് എന്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് അനോണിമിറ്റി. അനോണിമിറ്റിക്ക് കുറേ വശങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വശം മാത്രമാണ് അനോണിമിറ്റിയെ കുറിച്ച് അറിയുക. അനോണിമിറ്റി അങ്ങനെ ഇപ്പോ വ്യക്തിപരമായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അനോണിമിറ്റി ലംഘനങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും നമ്മളുടെ അനോണിമിറ്റി നമ്മൾ ലംഘിക്കുന്നത് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യും. അത് ഈ പാരമ്പര്യങ്ങളുടെ സ്വയം പരിശോധന വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഴപ്പം അറിയാൻ പറ്റില്ല. നമ്മളോട് പറഞ്ഞത് പർസെറ്റ്, ടെലിവിഷൻ, TV, ഇന്റർനെറ്റ് എന്നീ തലങ്ങളിൽ അനാമധേയത്വം പാലിക്കുന്നത് കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് തുല്യത നൽകാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൂട്ടായ്മയുടെ ആളായിട്ട് ഏതെങ്കിലും ഒരാൾ അറിയപ്പെടുക, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയുടെ ഒരു വക്താവ് ഉണ്ടാവുക. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അധികാര സ്ഥാനത്തിന് വേണ്ടിയിട്ട് ശരിക്കും വടംവലി ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. നമുക്കറിയാം എന്താണ് എന്നിട്ടും അവസ്ഥ എന്നുള്ളത്. കാരണം യഥാർത്ഥത്തില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ക്ലാസ് ബി ട്രസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് ഡെലിഗേറ്റുകൾക്കൊന്നും വേറെ പ്രാധാന്യമൊന്നും മേലില്ല. എല്ലാവരും സമന്മാരാണ്. ഓരോ സർവീസിന്റെ ചുമതലകൾ ചെയ്യാനായിട്ട് ഓരോ മനുഷ്യർ സ്വയം തയ്യാറായിട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവര് കൃത്യമായിട്ട് വിശ്വസ്ത സേവകരായിട്ട് എയുടെ പ്രവർത്തനങ്ങൾ നടത്തുക, നേരത്തെ പറഞ്ഞ പ്രാഥമിക ഉദ്ദേശത്ത് പ്രവർത്തിക്കാന്നേ ഉള്ളൂ. അല്ലാണ്ട് അവരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കലോ അവരെ അധ്യക്ഷനായിട്ട് ഇരുത്തലോ, അവരെ കാണുമ്പോൾ ഇന്ന് ഏരിയ കമ്മിറ്റി ചെയർമാൻ ഉണ്ട്, ഏരിയ കമ്മിറ്റി ചെയർമാനെ അധ്യക്ഷനാക്കാം, ഇതൊന്നും എയിലില്ല. അപ്പൊ അതെവിടെയോ നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? ഈ വ്യക്തികളെക്കാൾ തത്വങ്ങൾ എന്നിടത്ത് നമുക്ക് ചെറിയ വ്യത്യാസം. കാരണം നമ്മൾ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ടേ നമുക്ക് ഈ പൊതുസമൂഹത്തിലെ കുറെ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് മാറില്ല നമുക്ക്. ഈ മേൽ കമ്മിറ്റി സ്വഭാവം, വിധേയത്വം, ഏതെങ്കിലും ഒരാളോട് നമ്മൾ ഇങ്ങനെ വിധേയപ്പെട്ട് നിൽക്കുക, ഒന്നില്ലെങ്കിൽ നമ്മൾ അടച്ചു ഭരിക്കും, ഏതെങ്കിലും ആളുകളെ അണികളാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഭരിക്കും. ഇത് നമ്മൾ പുറത്തുനിന്ന് പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിത് ആത്മീയ കൂട്ടായ്മയാണെന്നൊക്കെ നമ്മൾ അറിയാതെ മറന്നു പോകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടായ്മയിൽ അംഗങ്ങൾ എല്ലാവരും തുല്യരാണ്, സമന്മാരുടെ കൂട്ടായ്മയാണ്. നമ്മൾ പറയാറുണ്ട് പോലീസ് ഉണ്ടാവും, പട്ടാളം ഉണ്ടാവും, ജഡ്ജി ഉണ്ടാവും, കള്ളൻ ഉണ്ടാവും, കൊലപാതകി ഉണ്ടാവും, പോക്സോ കേസിലെ പ്രതി ഉണ്ടാവും. ഇതെല്ലാം ഒരു മീറ്റിംഗിൽ വന്നിരിക്കും. പല സ്വഭാവമുണ്ട്, നമ്മൾ അതൊന്നും വിലയിരുത്തുന്നില്ല. അതുകൊണ്ടാണ് ഏഴേല ബന്ധങ്ങളെ നിർത്തേണ്ടടുത്ത് നമുക്ക് നിർത്താനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും നമ്മൾ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് മാറിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറയാറുണ്ട്. കാരണം മറ്റുള്ളവരെ നമ്മൾ ഒരു മാനദണ്ഡവും വെച്ച് വിലയിരുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാനദണ്ഡവും. നമ്മൾ നല്ലവനാന്നും പറയണ്ട, അവൻ കെട്ടവനാന്നും പറയണ്ട. നമ്മൾ അവൻ കള്ളുകുടിയനാണോ, അവൻ എങ്ങനെയാ കുടി നിർത്തിയ, ഈ ഒരു കാര്യം നമ്മൾ എടുക്കേണ്ടതേ ഉള്ളൂ ഏടെ കൂട്ടായ്മയിൽ. അത് വളരെ ശ്രദ്ധിക്കണം. സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ സൗഹൃദങ്ങളെ എങ്ങനെ സൂക്ഷിക്കണം, എന്തായിരിക്കണം? കാരണം അത് കള്ളുടിയന്മാരാണ്. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിലും ഉണ്ടല്ലോ. നമ്മൾ കുടി നിർത്തണം എന്ന ആഗ്രഹവുമായി വരുന്ന സംഘടിത പ്രസ്ഥാനമല്ലാത്ത ഒന്നാണ്. പ്രത്യേക ആദർശത്തിൽ ഈ അംഗങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നോ ഏതിൽ അംഗങ്ങളെ ഒന്നും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. അവരെല്ലാം ഇൻഡിവിജ്വൽ. ഏടെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ മനുഷ്യരാണ്. ഏടെ മോചനത്തിന്റെ പദ്ധതി അവരുടെ ജീവിതത്തിൽ എന്താ പറയുക
പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അവർ ഈ പ്രസംഗിക്കുന്നുണ്ടോ, അതൊക്കെ അവരുടെ കാര്യമാണ്, നമുക്കറിയില്ല. അതുകൊണ്ടാണ് മനുഷ്യരെ കൃത്യമായിട്ട് ആശ്രയിക്കുന്ന കാര്യത്തിൽ എയുടെ പ്രോഗ്രാം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഇടപാടുകൾ ചെയ്യരുത്, സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളിൽ ആൾക്കാരുമായിട്ട് ഏർപ്പെടരുത്, അനാവശ്യമായ ബന്ധങ്ങൾ പോലും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമുണ്ടാക്കും. നമുക്കറിയാം, അമിതമായ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളെ കുഴപ്പത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ഫെല്ലോഷിപ്പിംഗ് ഓക്കെയാണ്, അതും നിർത്തേണ്ട സ്ഥലങ്ങളിൽ നിർത്താനായിട്ട് പറ്റുന്ന സുഹൃത്ത് ബന്ധങ്ങളായിരിക്കണം. കാരണം മറ്റു സമൂഹത്തിലേക്കും മറ്റു മനുഷ്യരായിട്ട് നമ്മൾ മാറുന്ന പ്രക്രിയയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു കാര്യം. പിന്നെ മദ്യാസക്തന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അഹംഭാവം ഉണ്ട്. എന്നെ പോലെയുള്ള മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിലും ഞാൻ നമ്പർ 1 ആവണം എന്ന സ്വഭാവമുണ്ട്. അപ്പോൾ എയുടെ ഈ ഒരു പാരമ്പര്യം എന്ത് ചെയ്യുന്നു, എനിക്ക് അങ്ങനെ വലിയ ആള് കളിക്കാനൊന്നും എന്നെ അനുവദിക്കില്ല. എന്റെ അഹംഭാവത്തിന് തടയിടുന്ന ഒന്നാണ് അനോണിമിറ്റി. ഇനി നമ്മുടെ അനോണിമിറ്റി ലംഘിക്കുക, എല്ലാവരുടെയും മുന്നിൽ പരസ്യമായിട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന തീരുമാനം വ്യക്തിപരമായ പ്രശസ്തിയെയും കൂട്ടായ്മയിലെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നതിനെയും വിലക്കുകയാണ്. കൂട്ടായ്മയിൽ ഒരു സ്ഥാനം കിട്ടുക, വ്യക്തിപരമായ ഒരു പ്രശസ്തി ഉണ്ടാവുക എന്ന കാര്യത്തിലാണ്. അപ്പോ ഏറ്റവും പ്രധാനമായിട്ടും അനോണിമിറ്റി പാലിക്കുക, നാമധേയത്വം പാലിക്കുക എന്നത് എന്താണ്? എയുടെ സന്ദേശത്തിനാണ് പ്രാധാന്യം, അത് വഹിക്കുന്ന ആളുകൾക്കല്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഈ നമ്മൾ എയുടെ ഗ്രൂപ്പ് എന്ന് പറയും, വാട്സപ്പ് എക്കാർ കൂടുന്ന ഗ്രൂപ്പാണ്. നമ്മൾ എത്രയാണെങ്കിലും ഇത് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്, സോഷ്യൽ മീഡിയ ഒന്നും. എയുടെ അല്ല, നമ്മൾ കാശ് കൊടുത്ത് നടത്തുന്ന സൂം പോലെ. ഇപ്പൊ സൂം ആണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പൈസ പെയ്ഡ് ചെയ്ത് നടത്തുന്ന പ്ലാറ്റ്ഫോമാണ്. മിഡ് നൈറ്റ് സ്റ്റാറിന്റെ പ്ലാറ്റ്ഫോമാണിത്. ഇത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ആണ് എന്ന് പറയാം. വാട്സപ്പ് അടക്കം നമ്മുടെ സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്ക് അടക്കം ഒന്നും എയുടെ അല്ല. എക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കും അവിടെ. നമ്മൾ മനസ്സിലാക്കണം, അത് മൂന്നാമത്തെ ഒരു കക്ഷി അവിടെ ഉണ്ട്. അവർക്ക് എന്തും ചെയ്യാനായിട്ട് ഇത് സാധ്യമാണ്. ഒന്ന്. രണ്ടാമത്, പല ആളുകളിലേക്കും പോകും. ഇനിയിപ്പോ നമ്മളിപ്പോ കാണുന്ന ഒരു പ്രവണതയാണ്, ആളുകൾ ഈ സോബർ ബർത്ത്ഡേ ഗ്രൂപ്പുകളിൽ വല്ലാതെ വിടുന്നുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ ആളുകളൊക്കെ വിടുന്നുണ്ട്. നമ്മളത് ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. എന്താണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം? നമ്മൾ സോബറായി എന്നുള്ളത് സമൂഹത്തിന്, ഈ ഒരു പാരമ്പര്യം നമ്മൾ ഗ്രൂപ്പിൽ വായിക്കുക. എന്നിട്ട് വളരെ കൃത്യമായിട്ട് മലയാളത്തിൽ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോ വളരെ കൃത്യമാണ്. ഈ പാംപ്ലേറ്റ് നമ്മുടെ ലിറ്ററേച്ചർ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആർക്കും കിട്ടും. അതിന്റെ തുടക്കത്തിൽ 9ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മൾ സന്ദേശത്തിനാണ് പ്രാധാന്യം, വ്യക്തിക്കല്ല. അപ്പൊ ഒരാൾ വർഷങ്ങൾ പൂർത്തിയാക്കി അയാളുടെ വ്യക്തിയുടെ പേര് എഴുതാം. എന്തിനാണ് അയാളുടെ ഫോട്ടോ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഫോട്ടോ കൊടുക്കാൻ പാടും? തീർച്ചയായിട്ടും എന്നോട് പറയുന്നുണ്ട്, എന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് എന്റെ ബർത്ത്ഡേ സന്ദേശങ്ങൾ ഗ്രൂപ്പിലേക്ക് അയക്കാൻ ഏതെങ്കിലും ഗ്രൂപ്പുകാർ തയ്യാറാവുകയാണെങ്കിൽ സോറി, ഞാൻ അതിന് തയ്യാറല്ല. എന്റെ ഗ്രൂപ്പിലേക്ക് ആ ഫോട്ടോ ഇടണ്ട. അതൊന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. എന്നെ മറ്റുള്ളവർ കള്ളുടിയനാന്ന് അറിഞ്ഞുകൊണ്ടല്ല. എന്റെയൊക്കെ റോട്ടിൽ വീട് കടന്ന് ആളാ ഞാൻ. റോട്ടിൽ വീണ് കടന്നിട്ടുണ്ട്. കള്ളുകൂടിയനാണെന്ന്, ഇനിയിപ്പോ കള്ളുകൂടിയനല്ല എന്ന് ഞാൻ സ്വയം പറഞ്ഞാൽ പോലും എന്റെ നാട്ടുകാർ വിശ്വസിക്കില്ല. അത്രയും കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളും അടയാളപ്പെടുത്തലുകളും നാട്ടിലുണ്ടായ ആളാ. അനോണിമിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ പഞ്ചായത്ത് ജംഗ്ഷനിൽ ഞാൻ മൈക്ക് കെട്ടി പ്രസംഗിക്കും, മദ്യപാനം നിർത്താനായിട്ടുള്ള മാർഗത്തെക്കുറിച്ചും ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചും ഒക്കെ. അപ്പൊ അത്തരം അഹംഭാവികളായ എന്നെ പോലെയുള്ള ആളുകളെ തടയിടാൻ വേണ്ടി വന്ന പാരമ്പര്യമാണ്. അപ്പൊ ഇവിടെ സന്ദേശമാണ് പ്രാധാന്യം, ഇത് കൊടുക്കുന്ന വ്യക്തിക്കല്ല. ആ വ്യക്തി ആരും ആയിക്കോട്ടെ, അപ്പോ അതിന്റെ വാഹകർക്കല്ല എന്ന് വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ചെയ്യാതിരിക്കുക, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്യാതിരിക്കുക. ഇതാണ് ഞാൻ പഠിച്ച പാഠം. വേറെ ആരെയും മാറ്റാൻ പറ്റില്ല. ഞാൻ എന്റെ ഭാഗത്ത് അനോണിമിറ്റി പാലിക്കും കാരനാകുമ്പോ. പിന്നെ വ്യക്തിപരമായ തലത്തിൽ അനോണിമിറ്റി വലിയൊരു സംരക്ഷണം തരുന്നുണ്ട്. പ്രത്യേകിച്ച് പുതുതായിട്ട് കടന്നു വരുന്ന ഒരാൾക്ക് അയാള് മദ്യാസക്തി പൊതുജന മധ്യത്തിൽ അറിയപ്പെടുമെന്ന് ഭയന്നത് കാരണം എയുടെ കാര്യത്തില് ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരും ഇപ്പൊ റോട്ടിൽ വീണ് കിടക്കുന്നവരോ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നവരോ ഒന്നുമല്ല, കുടിയന്മാരായിരിക്കും. ഇനിയിപ്പോ അവര് തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ പലപ്പോഴും പല രീതിയിൽ പറയാണ്ട്, എന്താ ഇപ്പൊ അവൻ കുടിച്ച് നടക്കുമ്പോൾ ആൾക്കാർ കണ്ടില്ലേ, ഇനിയിപ്പോ കുടി നിർത്തിയിട്ട് എന്താ ഇപ്പൊ മീറ്റിങ്ങിൽ വരാൻ അവനൊരു മടി. യഥാർത്ഥത്തില് നമ്മൾ ആളുകളെ മനസ്സിലാക്കാത്തതുകൊണ്ട്, അത് പടികളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. 12ാം പടി
എന്തുകൊണ്ടാണ് ഈ 11 പടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ ഉണർവോടുകൂടി ചെയ്യുന്നത് മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയുന്നതിന്റെ ആശയമുണ്ട്. ഒരാൾക്ക് സന്ദേശം കേവലം രീതി കൊടുക്കലല്ല 12ാം പടി. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണെന്ന് പറഞ്ഞ പോലെ ഒരാള് കടന്നു വരുന്ന ആള് അയാളുടെ മദ്യാസക്തി നാട്ടിൽ മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും, കുടിച്ചിട്ട് അയാൾ റോട്ടിൽ വീണിട്ടുണ്ടാവും. പക്ഷെ അയാൾ കരുതുന്നത് തന്നെ ആരും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. താൻ ഇൻവിസിബിൾ ആയിരുന്നു എന്നാണ് നല്ല കുടിയൻ കരുതിയിട്ടുള്ളത്. ഇപ്പൊ ഞാനൊക്കെ കുടിച്ചിരുന്ന കാലത്ത്, ആദ്യകാലത്ത് റീഹാബിൽ പോയതിനു ശേഷം ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ ആ രാവിലത്തെ കുടിയുണ്ടല്ലോ, ബ്ലാക്ക് മേടിക്കുന്ന ആളുടെ നിന്ന് വായിലേക്ക് ഒരൊറ്റ തൊണ്ടക്കുടി കമത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇതാരും കണ്ടിട്ടില്ല എന്ന് കരുതിയതുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കുടി നിർത്തി കുറെ കാലം കഴിഞ്ഞിട്ട് അറിഞ്ഞു. അപ്പൊ എന്റെ വിചാരം ആരും അറിയില്ല, ആരും കാണുന്നില്ല എന്നായിരുന്നു. കാരണം വേറൊന്നും കാണാൻ പറ്റില്ല, മദ്യം കുടിക്കുക എന്ന ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാവൂ. അപ്പൊ ഒരു പുതുതായിട്ട് കടന്നു വരുന്ന ഒരു കുടിയനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അയാളുടെ അവകാശങ്ങളെ, അയാളുടെ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ, എന്താ നിനക്ക് അങ്ങനെ ചെയ്ത എന്നൊന്നും നമുക്ക് വേറെ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ഒരു ഇടപെടലും നമ്മൾ നടത്തുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ചിന്തകൾ, അത് അവരുടെ മാത്രമാണ്. ഇപ്പൊ നമ്മൾ പറയും ഒന്നും അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇവിടെ, നമ്മൾ സ്വയം തോന്നിയിട്ട് വരണം. അപ്പൊ നമുക്ക് തന്നെ കുടി നിർത്തണമെന്ന ആഗ്രഹം മാത്രം ഉണ്ടായി എയിൽ വരികയാണ്. എയിലെ പടികളിലൂടെ കടന്നു പോകണം, അയാൾ വിചാരിക്കണം മാറ്റം വരണം. അല്ലാണ്ട് കുടിക്കാനായിട്ട് തുടരണോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയോ പേരുണ്ടാവും പടികൾ ചെയ്യാത്ത ആൾക്കാർ. നമ്മൾ പടികളെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് തോന്നണം എനിക്കൊരു മാറ്റം ഉണ്ടാക്കണം എന്റെ ജീവിതത്തിൽ, അപ്പോഴേ മാറും. അതുകൊണ്ട് തന്നെ ഒരു പുതുമക്കാരൻ മീറ്റിംഗിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ പുറത്ത് ആരും അറിയണ്ട എന്റെ കുടിയെ കുറിച്ച് എന്നോ, അല്ലെങ്കിൽ ഞാനൊരു എയിൽ വരുന്ന കുടി നിർത്താനായിട്ട് ഒരു മീറ്റിങ്ങിന് വരുന്നുണ്ട് എന്ന് അയാൾക്ക് അറിയിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്തിനാ അത് പരസ്യം ചെയ്യേണ്ട കാര്യം? അപ്പോ വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ ഭയക്കുന്ന ആൾക്കാരാണ്. ഒരാൾക്കും സഹായം കൊടുക്കുന്നതിൽ തടയരുത് എന്നാ പറഞ്ഞു. ഒരു വ്യക്തിയെയും നമ്മൾ വിധിക്കാൻ പാടില്ല. എയുടെ സഹായം ആവശ്യമായി വരുന്ന കുടിയൻ, അവൻ ഏതൊക്കെ രീതിയിലുള്ളവനായിക്കോട്ടെ, അതാണ് 3ാമത്തെ പാരമ്പര്യം നമ്മളോട് പറഞ്ഞത്. അവർക്ക് ഒരു മടിയുമില്ലാതെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ, അവൻ ആ പുറത്തറിയില്ല, എയിൽ വരുന്നത് പുറത്തറിയില്ല എന്ന് കൊടുക്കുന്ന ഉറപ്പ് വളരെ കൃത്യമായിട്ട് അനോണിമിറ്റി പറയുന്നുണ്ട്. പിന്നെ ആദർശം എന്ന നിലയിൽ അനോണിമിറ്റി വളരെ വ്യക്തമാണ്. പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ഈ അനോണിമിറ്റി പല രീതിയിൽ പാലിക്കുക എന്നുള്ളത്. അപ്പോ എങ്ങനെയാണ് നമ്മൾ അജ്ഞാതരായിരിക്കുകയും വേണം, എയുടെ സന്ദേശം നമ്മൾ എങ്ങനെ പുറത്തു കൊടുക്കുക? അപ്പൊ എങ്ങനെ എയെ കുറിച്ച് മറ്റുള്ളവർ അറിയാം എന്നുള്ള ഒരു ചോദ്യം നമുക്ക് വരാം. അതിന് നമ്മൾ ചില നിർദ്ദേശങ്ങൾ, നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ പാഠങ്ങളുണ്ട്. ആദ്യകാലത്ത് അനോണിമിറ്റി ഇല്ലാതെ പ്രശസ്തരുടെ പേരുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനൊക്കെ ഉണ്ടായ ഒരു പ്രധാന അപജയം തന്നെ അവര് പ്രശസ്തർ ഉപയോഗിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അവർ വന്നു എന്ന് പരസ്യം ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ മാതൃ ഗ്രൂപ്പും നമ്മുടെ ആശയങ്ങൾ അവിടുന്ന് കിട്ടിയത് കൊണ്ടും അതേ പാത നമ്മൾ പിന്തുടർന്ന് വലിയ അപകടങ്ങളിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് ശക്തമായ രീതിയിൽ അനോണിമിറ്റി പാലിക്കണമെന്ന് നമ്മൾ തീരുമാനമെടുത്തത്. ഇനി പൊതുജന മധ്യത്തിൽ എങ്ങനെയാണ്, പബ്ലിക്കിന്റെ ഇടയിൽ അനോണിമിറ്റി നമ്മൾ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുക, അനാമധേയത്വം? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ റേഡിയോയിൽ അഭിമുഖം കൊടുക്കുമ്പോൾ, ഇപ്പൊ യൂട്യൂബ്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, യൂട്യൂബ് ചാനലുകളൊക്കെ നിരവധി ഉണ്ട്. നമ്മുടെ അംഗങ്ങളൊക്കെ അവിടെ സന്ദേശം കൊടുക്കാറുണ്ട്. അവിടെ നമ്മുടെ മുഖം കാണിക്കാറില്ല. അതേപോലെ കുടുംബ പേര്, നമ്മളെ വെളിപ്പെടുത്തുന്ന കുടുംബത്തിന്റെ പേരൊന്നും നമ്മൾ പറയാറില്ല. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള അംഗങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു വീഡിയോ ഇതിനിടയിൽ വന്നിരുന്നു. പാലക്കാട് ഭാഗത്തുള്ള അംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പല ഭാഗങ്ങളിലെ ഡിസ്ട്രിക്ട് കമ്മിറ്റികളും ഇന്റർ ഗ്രൂപ്പുകളും ഒക്കെ വളരെ രസകരമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പബ്ലിക് ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും എയെ കുറിച്ച് കൊടുക്കാറുണ്ട്. എയുടെ നിർദ്ദേശമുണ്ട് അതിന്. ഇപ്പൊ മുഖം കാണിക്കാതെ നമ്മൾ അവിടെ പറയാറുണ്ട്, മുഖം ബ്ലർ ചെയ്തിട്ട് പറയും. പിന്നെ പല ചർച്ചകളിലും എനിക്ക് വന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു TV ചർച്ച തന്നെ നമ്മുടെ ഇന്റർനെറ്റ് കിടപ്പുണ്ട്. അതിൽ അംഗങ്ങൾ അവരിയ്ക്കുന്ന ഭാഗം നമ്മുടെ മാധ്യമങ്ങൾ അത് സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. അത് ബ്ലർ ചെയ്തിട്ടും കാണിച്ചുകൊണ്ടാണ് TV-ക്കാർ കാണിച്ചിരുന്നത്. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ പ്രകാരം വളരെ കൃത്യമായിട്ട് അങ്ങനെ കാണിക്കാനായിട്ട് പറ്റും. അപ്പോ ഇനി പത്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആദ്യ പേരും അതേപോലെ അവസാനം ഇനീഷ്യലും മാത്രം വെളിപ്പെടുത്തുന്നു. അതിന്
ചില ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അന്ന കാലത്ത് കൊടുത്തിരുന്ന സമയത്തൊക്കെ സ്പീക്കിംഗ് അറ്റ് നോൺ എ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പബ്ലിക് ഇൻഫർമേഷൻ പരിപാടിക്കൊക്കെ നമ്മൾ പുറത്തു കൊടുക്കേണ്ടി വരും. ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം ഇവിടെ ഉണ്ട്. കാരണം നമ്മുടെ പാരമ്പര്യം കടുകട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും പബ്ലിക് ഇൻഫർമേഷനിൽ വേറെ ആളുകളുമായിട്ട് സഹകരിക്കുമ്പോൾ അവിടെ നമുക്ക് ചില വാശി പിടിക്കാനൊന്നും പറ്റില്ല. ആളുടെ പേരില്ലെങ്കിൽ വാർത്ത കൊടുക്കില്ല എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ നമ്മൾ വാർത്ത ആ രീതിയിൽ കൊടുക്കും. അവിടെ അയ്യോ ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം കൊടുക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളല്ല നമ്മളെ ഏക്കാര്. കാരണം ഏതൊക്കെ തരത്തിൽ നമ്മുടെ സന്ദേശം കൊടുക്കാൻ പറ്റുമോ അതെല്ലാം 100% നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോ നമ്മൾ ആളുകൾക്ക് കത്തയക്കുന്ന സമയത്ത് അതിന്റെ പുറത്ത് എന്ന് എഴുതാറില്ല. അത് എയുടെ ഓഫീസിലാണെങ്കിലും അങ്ങനെയാണ്. പൊതുജനങ്ങൾ കാണാൻ സാധ്യതയുള്ള വാർത്തകളിലും നോട്ടീസിലും വ്യക്തിയെ തിരിച്ചറിയാൻ സാധ്യതയുള്ള അയാളൊരു ഫാദറാണ് എന്ന പേര് ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഫാദർ ഷിബു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചേർക്കില്ല. അല്ലെങ്കിൽ പ്രൊഫസർ എന്നുള്ള പേര് ഒരാളുടെ സർ, അദ്ദേഹം പലപ്പോഴും നമ്മളൊക്കെ അറിയാതെ മാഷെ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അത് പബ്ലിക്കലി ഉപയോഗിക്കുമ്പോൾ ഇതൊന്നും സർജൻ ഡോക്ടർ എന്ന പേര് നമ്മൾ ഉപയോഗിക്കില്ല. അയാളുടെ സ്ഥാനപ്പേര്, മറ്റു വിവരങ്ങൾ, അയാൾ ഏത് സമൂഹത്തിലോ അയാൾ പ്രൊഫസർ ആയിക്കോട്ടെ, നമ്മൾ അയാൾ പ്രൊഫസറാണെന്ന് അംഗം എന്ന നിലയിലാണ് അയാൾ വരുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൊഫസറിനോ അയാളുടെ പോലീസിലെ ജോലിക്കോ അയാളുടെ മറ്റൊരു കാര്യത്തിനും അയാളുടെ IAS ഒന്നിനും യാതൊരു പ്രാധാന്യമില്ല. ആ വ്യക്തിയെ തിരിച്ചറിയാത്ത രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ അനോണിമിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പുകൾ നമ്മളിങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഓരോ ഗ്രൂപ്പുകളിലും അനോണിമിറ്റി ഉണ്ട്. പല ആൾക്കാരും ഗ്രൂപ്പിൽ കുടുംബപ്പേര് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മറ്റുള്ള ആൾക്കാരുടെ കുടുംബപ്പേര് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഈ അമേരിക്കയിലൊക്കെ ഉള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. കുടുംബപ്പേരിലൂടെ അറിയാൻ പറ്റും. സ്മിത്ത് ഫാമിലി, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫാമിലി നെയിം ഉണ്ട്. ഇവിടെ അറബികളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇന്ന ആളുടെ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് മൊത്തം ചീത്തപ്പേരുണ്ടാവാതിരിക്കാൻ അതുകൊണ്ടാണ് അവരത്. എന്നാൽ നമ്മൾ അത്ര സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാണ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവരുത് എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാന സിദ്ധാന്തം. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് നമ്മൾ ഒരു മദ്യാസക്തനാണ്, കുടിയനാണെന്ന് അറിയുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട്. കാരണം നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ളത്, നിരവധി പേരുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പല ഗ്രൂപ്പുകളും ടെലിഫോൺ നമ്പറുകൾ സൂക്ഷിക്കാറുണ്ട്. ഗ്രൂപ്പില് ഉള്ളവരുടെ മാത്രം അറിവിലേക്കായിട്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പല മീറ്റിങ്ങുകളിൽ ഒപ്പിടുന്ന ഒരു മിനിറ്റ്സ് ഒക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ ആവശ്യമില്ലെങ്കിലും പല ഗ്രൂപ്പും അത് തുടർന്ന് ഇങ്ങനെ ഒപ്പിടിപ്പിച്ച് പോകാറുണ്ട്. അതൊരു ശീലമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പല സംഘടനകളിൽ നിന്നും വന്നതുകൊണ്ട് അതൊരു ശീലമായിട്ട് ഗ്രൂപ്പിന്റെ കാര്യത്തിന്. പിന്നെ അതൊക്കെ ഒരു നല്ലതാണ്. ആ മീറ്റിംഗ് കൂടി ആരൊക്കെ ഉണ്ടായിരുന്നു, ആരെങ്കിലും വന്നിട്ടില്ല എന്നൊക്കെ മറിച്ച് നോക്കിയാൽ നമുക്ക് വിളിക്കാനൊക്കെ പറ്റും. പോസിറ്റീവായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. പക്ഷെ അത് പുറത്തേക്ക് പോകാതെ ആയിരിക്കണം ഈ സാധനം സൂക്ഷിക്കേണ്ടത് എന്ന് ഉള്ള കാര്യമുണ്ട്. അതും അംഗങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിലാണ് ആ ടെലിഫോൺ നമ്പർ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി ഏറ്റവും പ്രധാനവും ആദ്യകാലത്ത് ഞാനൊന്നും പാലിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് അനോണിമിറ്റിയുടെ കാര്യത്തിലെ പുതുമക്കാരും ആദ്യം അറിയേണ്ടതും പഴമക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ് പറയുന്നത്. മീറ്റിംഗിൽ ഒരാൾ ഷെയർ ചെയ്ത കാര്യം നമ്മൾ ഒരു കാരണവശാലും എടുത്തു പറയാനായിട്ട് പാടില്ല. ഇവിടെ മീറ്റിംഗില് ഷെയറിംഗ് ഉണ്ടാവുമ്പോ ആ മീറ്റിംഗിലെ ഷെയറിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ആളെ വിളിച്ചിട്ടാണ് പറഞ്ഞിരുന്നത് പണ്ടൊക്കെ. അയാള് എന്ത് ഷെയർ ചെയ്താലും നമ്മൾ ആലോചിച്ചാൽ മതി. ഇതൊക്കെ വ്യക്തിപരമായ പരിശോധന ആയിട്ട് ആരെയും കുറ്റപ്പെടുത്താനോ ഞാൻ ആരെയും തൂടിയിട്ട് പറയുന്നോ, അതായത് ഞാൻ ചെയ്ത തെറ്റുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് എനിക്കിന്ന് പറയുന്ന പോലെ സ്വയം സഹതാപല്ല, ഞാനത് ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്നാണ്. ഇപ്പൊ അത് ആ രീതിയിൽ തന്നെ അത് ശ്രദ്ധിക്കാറുണ്ട്. ഒരു മീറ്റിംഗിൽ ഒരാൾ പറഞ്ഞ കാര്യം യുടെ മീറ്റിംഗിൽ ഒരാൾ ഷെയർ ചെയ്യാണ്. ആ ഷെയർ ചെയ്ത കാര്യം നമ്മൾ എങ്ങനെയാ വേറൊരാളോട് നമ്മൾ എടുത്തു പറയുക? അപ്പൊ നമ്മുടെ പേരിന്റെ ഒപ്പമുള്ള അനോണിമിറ്റി എന്ന വാക്ക്, അനാമധേയത്വം, അനോണിമസ്, മറ്റൊരാളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനുള്ള വാഗ്ദാനമാണത്. മാത്രമല്ല നമുക്ക് സത്യസന്ധമായിട്ട് പങ്കുവെക്കാനുള്ളത് നമ്മുടെ മോചനത്തിന്റെ കഥയാണ്. ഒരു കാരണവശാലും ഒരു മീറ്റിംഗിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ പുതുതായിട്ട് ഒരാൾ കടന്നു വരുമ്പോ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു കുഴപ്പം,
ഇപ്പോ കോതമംഗലത്ത് നിന്നുള്ള ഒരാൾ കടന്നു വരുമ്പോൾ ഞാൻ അവിടെ ഉള്ള ഇന്ന എക്സ് എന്ന് പറയുന്ന ഒരാൾ കോതമംഗലത്തുണ്ട്, അയാൾ അവിടെ പോലീസിലൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അയാൾ അവിടെ ഒരു കമ്പനിയിലുള്ള കേട്ടോ, അയാളെ അറിയോ എന്നൊക്കെ ചോദിക്കും. എത്ര തെറ്റാണെന്ന് ആലോചിക്കണം. പിന്നെ ഭാര്യ പോയ വിഷമം പറയാണ്, കുടിയേതനാണ്. അപ്പൊ അയാളോട് ഞാൻ പറയണം, അയ്യോ എടാ മോനെ, ഇവിടെ ഒരാളുണ്ട് ദുബായിൽ, എന്റെ മോനെ അവന്റെ 2 കല്യാണവും പോയി, അവന് ഏലുണ്ട്, അവന്റെ പേര് ഇപ്പൊ ഉണ്ട് ഏല്, ഇപ്പം കുടിക്കാണ്ടായിട്ട് ഇത്ര ദിവസമായി. നമുക്ക് എന്ത് യോഗ്യതയാണ് വേറൊരാളുടെ കാര്യം പറയാനായിട്ടുള്ളത്? നമ്മളത് പറയാൻ പാടും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റാളുകളെ നമുക്ക് നമ്മുടെ അനുഭവമല്ലാതെ ഒരു മീറ്റിംഗിൽ ഷെയർ ചെയ്തു ഒരാളുടെ വിഷയം, അയാൾ ഭാര്യയുമായിട്ട് പ്രശ്നമാണ്, അവന്റെ വീട്ടിൽ ഭാര്യയെ തല്ലുന്നവനാണ്, അവൻ കുറച്ച് എവിടുന്നാ നമ്മൾ അറിഞ്ഞ? ഈ മീറ്റിംഗിൽ നമ്മൾ കേട്ടു. ഒരു കാരണവശാലും ആ മീറ്റിംഗിൽ കേട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ എടുക്കണ്ട, അവിടെ വിട്ടുക. എന്നും ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്, ഒരേ കാര്യം ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മൾ വിചാരിച്ചതിനപ്പുറമായിട്ട് നമുക്കത് കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ സെറനിറ്റി പ്രയർ ചെല്ലാം, നമുക്കുള്ളില് 3-ാം പടി പ്രാർത്ഥന ചെല്ലാൻ പറ്റും. നമ്മുടെ മീറ്റിംഗിൽ, ഫിസിക്കൽ മീറ്റിംഗിൽ പറയാറുണ്ട് കഴിക്കോൽ എണ്ണാൻ പറ്റും. അപ്പൊ കഴിക്കോലില്ല പല മീറ്റിങ്ങുകളിലും. നമുക്ക് വേറെ എന്തെങ്കിലും ചിന്തകൾ, നമ്മൾ ഇരുന്നിരിപ്പിൽ വേറെ പല ചിന്തകളിലേയും പോകുന്ന ആളുകളാണ് മധ്യാസക്തര്. ഒരു കാരണവശാലും അനോണിമിറ്റി എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനം, വ്യക്തിപരമായിട്ട് ഞാൻ എന്ന മധ്യാസക്തൻ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, മറ്റൊരാളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുക. അതിനോളം ആത്മീയത വേറൊന്നുമില്ല. ഞാൻ വേറെ എന്ത് പ്രവർത്തനം ചെയ്തിട്ടും കാര്യമില്ല, ഈ ഒരു കാര്യം കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ പങ്കുവെച്ച കാര്യം അതൊരു കാരണവശാലും നമ്മൾ എടുത്തു പറയാനോ അത് വേറൊരാളുമായിട്ട്, ആ മീറ്റിംഗിലുള്ള ആളുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം നമുക്കുണ്ടോ? എക്സ് എന്ന് പറയുന്ന അംഗം ഇന്ന് മീറ്റിംഗിൽ ഷെയർ ചെയ്തു അയാളുടെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചോ അയാളുടെ ഭാര്യയെ കുറിച്ചോ. ചിലപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അയാൾ ഭാര്യനെ ചിലപ്പോൾ വീണ്ടും തല്ലിയിട്ടുണ്ടാവും, വർഷങ്ങൾ കഴിഞ്ഞ ആളായിരിക്കാം. നമ്മൾ അയാളുടെ പുരോഗതി വിലയിരുത്താൻ നമ്മൾ ആരാണ്? അല്ലെങ്കിൽ പടികളിലൂടെ പോയ ആളുകൾക്ക് മാറ്റമില്ല എന്ന വിലയിരുത്തൽ നടത്താൻ നമ്മൾ പടികളിലൂടെയാണോ പോണത്? ഇനി ആ പടികളിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പടികളിലൂടെ പോകുന്ന ആളുടെ വീട്ടിലെ കാര്യം അയാളുടെ ഷെയറിങ് കേട്ടുകൊണ്ട് വിലയിരുത്താൻ, ജഡ്ജ് ചെയ്യാൻ നമുക്ക് എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഒരു അംഗം എന്ന നിലയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പാലിക്കേണ്ട വ്യക്തിപരമായ അച്ചടക്കം, മീറ്റിംഗിൽ കേട്ട ഷെയറിംഗ് എന്ന് ആവശ്യമുള്ള അനുഭവം എനിക്കെടുക്കാം, അത് പാലിക്കാം. വേറെ ഒരാളെ കുറിച്ചുള്ള ഒരു കാര്യവും ഞാൻ വേറെ അയാളുടെ അസാന്നിധ്യത്തില്, ഞാൻ അയാൾ ഉള്ളപ്പോൾ പോലും അയാളെ കളിയാക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും കിട്ടുന്ന സുഖം എന്താണെന്ന് നമ്മുടെ പ്രോഗ്രാം നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കിട്ടുക ഒരാളെ കുറെ കളിയാക്കുക? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുടിയനെയാണ് നമ്മൾ ആലോചിക്കണം. നമ്മളും കുറേ കുഴപ്പങ്ങളും മറ്റുള്ളവരുടെ കളിയാക്കലുകൾക്കൊക്കെ വിധേയമായ ഒരു മധ്യാസക്തര് വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രോഗ്രാമിലൂടെ നമ്മൾ പോകുമ്പോൾ. അപ്പോൾ അനോണിമിറ്റിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ മറ്റുള്ള ആളുകളെ കുറിച്ച് ഒരു കാരണവശാലും എടുത്തു പറയാൻ പാടില്ല. മറ്റുള്ളവരുടെ സ്വകാര്യത നമ്മൾ സ്വീകരിക്കുക. അതേപോലെ ഇവിടെ ആരൊക്കെ കണ്ടു, അതുകൊണ്ടാണ് ഇവിടെ കണ്ട കാര്യങ്ങൾ പുറത്തു പറയേണ്ട എന്നുള്ളത് എഴുതി വെക്കുന്നതിന്റെ കാരണം. ആവശ്യമുള്ളത് എടുക്കുക. ഇവിടെ ഇന്ന ആള് മീറ്റിങ്ങിനുണ്ട്, ഇന്ന ആൾ ഉണ്ടായിരുന്നു, അയാൾ ഇന്ന നാട്ടുകാരനാണ്, വേറെ ആളോട് പറയേണ്ട കാര്യമില്ല അത്. അപ്പൊ പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇയാൾ നാളെ വരില്ല മീറ്റിങ്ങിൽ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? പുറത്ത് അയാൾ മീറ്റിങ്ങിന് വരാണ്ടാവുമ്പോ നമ്മൾ മീറ്റിങ്ങിലൂടെ പോകുമ്പോൾ നമ്മളെ കളിയാക്കും. നമ്മളറിയാത്ത വേറെ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ കൊടി നിർത്തുന്ന പരിപാടിക്ക് നടക്കുക എന്നൊക്കെ പറയും. ഒന്ന് ആലോചിച്ച് നോക്ക്, അയാൾ നല്ല ടെൻഷനിൽ വീട്ടിൽ പ്രശ്നമായിട്ട് വരുമ്പോൾ പുറത്തുനിന്ന് കള്ളു പിടിച്ച് നിൽക്കുന്ന ഒരാൾ കളിയാക്കുന്നു, പ്രത്യേകിച്ച് ആത്മീയ സുസ്ഥിതിയിൽ, അല്ലെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാം. അപ്പൊ വേറൊരാളെ കൂടി കുഴപ്പത്തിലാക്കുന്ന സ്ഥിതിയിലേക്ക്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് വിഷമുണ്ടായിട്ട് നമ്മുടെ തൊലി സംരക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയുന്ന കൂട്ടായ്മയെ നമ്മൾ ഒരു ഉപദ്രവവും മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു വിഷമവും ഉണ്ടാവരുത് മറ്റുള്ളവർക്ക് നമ്മൾ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അനോണിമിറ്റി എന്നുള്ളത് വളരെ കൃത്യമാണ്. മീറ്റിംഗിലെ ഷെയറിങ് നമ്മൾ ഡിസ്കസ് ചെയ്യരുത്. നമുക്ക് വേണ്ട കാര്യം എടുക്കാം, അല്ലാത്തത് വിടാം. അയാളെ ജഡ്ജ് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. അയാളുടെ രീതിയിൽ വരട്ടെ റിക്കവറി. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിൽ ക്രോസ് ഷെയർ ചെയ്യാത്തതിന്റെ കാരണം എന്താ? പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾ തെറ്റുകളൊക്കെ മീറ്റിംഗിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ എയുടെ അനുഭവങ്ങളല്ലാണ്ട് ഒരേ കാര്യം ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ആരും തിരുത്താറൊന്നുമില്ല. അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ, നമുക്ക് ഇന്ന ഷെയർ ചെയ്യണം എന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ല ആരോടും.
അവർ സ്വയം പഠിച്ചതാണ്. എല്ലാവരും അങ്ങനെ പഠിച്ചതായാലും പൊതുവായ രീതികൾ ഇങ്ങനെയാ ചെയ്യുക. ഞങ്ങൾ അനുഭവ ശക്തിയും പ്രതീക്ഷയാ പങ്കുവെക്കുകയാണ്. ഒരു കാരണവശാലും ഒരാൾ ഷെയർ ചെയ്തതിന്റെ മറുപടി പറയുന്ന പരിപാടി എയിൽ ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്? നമ്മൾ എങ്ങനെ മോചനത്തിലേക്ക് വന്നു, ഈ ഒരു സന്ദേശം മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ. അത് അനോണിമിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ്. ഈ മദ്യപാന പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന സുഹൃത്തുക്കളോടും അതല്ലെങ്കിൽ മദ്യപിക്കാത്തവരോടും തികച്ചും വ്യക്തിപരമായ സംഭാഷണത്തിനിടയ്ക്ക് സാഹചര്യം അനുസരിച്ച് മറ്റംഗങ്ങളുടെ പേര് വെളിപ്പെടുത്താതെ നമ്മൾ മോചിതരായിക്കൊണ്ടിരിക്കുന്ന മദ്യാസക്തരാണെന്ന് വിവേചന അധികാരത്തോടെ പറയാറുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു, മദ്യപാന പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ മദ്യപിക്കാത്ത ആൾക്കാരോട് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരാറുണ്ട്. അനോണിമിറ്റി അതൊക്കെ ഓരോ വിവേചനമായിട്ടുള്ള, നമ്മൾ പ്രത്യുൽപാദന മിതത്വം എന്നൊക്കെ പറയണ പോലെ ഓരോ സമയങ്ങളിൽ നമ്മൾ ചെയ്യാം. അവിടെ മറ്റ് അംഗങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. വേറൊരാളുടെ ഷെയറിങ്ങോ അയാൾ ഇങ്ങനെയുള്ളവനാണ്, അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചു, അതൊക്കെ അയാൾ പറയണം. നമുക്ക് അതില്ലാതെ കുറെ ആളുകളുണ്ട്. നമുക്കൊരു ജഡ്ജി ഉണ്ട്, നമുക്കൊരു വക്കീലുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ട്. എല്ലാ മനുഷ്യരും ചേർന്ന കൂട്ടായ്മയാണ് നമ്മുടേതെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെളിപ്പെടുത്തൽ എയുടെ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് കാരണമാണ്. ഇപ്പൊ പോലീസുകാരോട് പറയുമ്പോൾ നമുക്ക് പോലീസുകാരുണ്ട്, ഇപ്പൊ ഒരു എസ് ഐയുടെ അടുത്ത് നമ്മൾ പോയിട്ട് പറയുമ്പോൾ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ അടുത്ത് എന്നല്ലാതെ അത് ഇന്ന എസ് ഐ ആണെന്നോ ഇന്ന പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സബ് ഇൻസ്പെക്ടർ എ അംഗമാണെന്ന് വെളിപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. കാരണം അത് അയാളുടെ പോലീസ് കരിയറിനെ പോലും ബാധിക്കുന്നതാവും. അയാളിപ്പോ കുടിയൊക്കെ നിർത്തി എയിലൂടെ നന്നായി പോകുന്നുണ്ടാവും. ചിലപ്പോൾ അയാളുടെ ഡ്യൂട്ടിയിൽ അത് അറിഞ്ഞാൽ കുഴപ്പങ്ങളോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആള് നാളെ എയിൽ വരാതിരിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കാരണമാവുകയോ ചെയ്യും. അനോണിമിറ്റി പല രീതിയിലാണ് നമ്മൾ പാലിക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്ന അംഗങ്ങൾ എനെ കുറിച്ച് കരുതുന്ന പോലെയല്ല പുറത്ത്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിനോടൊരു ഒരു പഴമക്കാരൻ അദ്ദേഹത്തിനെ ഒരു പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ കഥ പറയാനായിട്ട് കൊണ്ടുപോയി ഈ പുതുമക്കാരനെ. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ലോ. ഈ പുതുമക്കാരൻ ചെന്നിട്ട് ഈ ഡിവൈഎസ്പിയുടെ അടുത്ത് പോയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഷെയർ ചെയ്യുന്ന പോലെ ഈ പബ്ലിക് ഇൻഫർമേഷൻ എങ്ങനെ ഷെയർ ചെയ്യേണ്ട ഒരു രീതിയുണ്ടായി. ഈ ഡിവൈഎസ്പിയുടെ അടുത്ത് പോയിട്ട് ഇയാള് മദ്യാസക്തനാണ് എന്നുള്ള രീതിയിൽ കഥ ഇങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ മീറ്റിംഗിൽ ഷെയർ ചെയ്യുന്ന അതേ രീതിയിൽ കുറച്ച് മസാലയും കൂടി അദ്ദേഹം കൂട്ടി. ഈ പോലീസുകാരൻ ഒന്ന് അപ്രീഷിയേറ്റ്, നമ്മുടെ മീറ്റിംഗിൽ അങ്ങനെയാണല്ലോ, നല്ല ഷെയറിംഗ് എന്ന് പറയാ, കുട്ടിച്ച് പെടുത്ത് വീണ് കഥകൾ കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ മദ്യാസക്തർക്ക് ഒരു സുഖം കിട്ടുക. ഈ പോലീസുകാരൻ ഇന്നിപ്പൊ ഞാനൊരു മാന്യനായിട്ട് ഇവിടെ വന്നിരിക്കല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം കഥ പറഞ്ഞു. അയാൾ ഈ കഥ കഴിഞ്ഞിട്ട് നീച്ചിട്ട് പറഞ്ഞടാ നല്ല മറ്റു രീതിയിലൊക്കെ പറഞ്ഞു, നിന്നെ എന്റെ കയ്യിൽ അന്ന് കിട്ടിയല്ല അടിച്ചിട്ട് നിന്റെ നട്ടല് ഞാൻ ഒടിക്കുന്നു പറഞ്ഞു. ഇമാതിരി കൊടിയും കുടിച്ചിട്ട് നാണോ മാനുണ്ടാന്ന് പറഞ്ഞു ഇയാൾ അങ്ങ് തൊള്ളട്ടു എന്ന് പറയുന്നത്. എന്നാ ആലോചിച്ച് നോക്കണം അവന്റെ അവസ്ഥ. അവൻ അവിടെ നിന്ന് കിട്ടുകിട്ടാ പറയ്ക്കുക, പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ള ആൾക്കാരൊക്കെ നോക്കുക. ഓഫീസിൽ മാന്യമായി ഒരു പോലീസുകാരനോട് തന്റെ കഥ പറഞ്ഞ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശത്തെ കൃത്യമായി പ്രചരിപ്പിക്കാമെന്ന് കരുതിയ ആൾക്കുണ്ടായ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ അവിടെ നിന്ന് കിടുങ്ങിപ്പോയി. നിന്നെ കിടൽ അകത്തിടുകയാണ് വേണ്ടത്, 2 എണ്ണം കൂടി തല്ലിട്ട് എന്ന് പറഞ്ഞു ഈ ഡിവൈഎസ്പി. അപ്പൊ നമ്മൾ അവിടെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഈ ഡിവൈഎസ്പി എയുടെ സന്ദേശം മനസ്സിലാക്കിയിട്ട് വാ ഇന്ന് കുടിക്കാണ്ടായി, വെൽ ഡൺ, കൺഗ്രാജുലേഷൻ, കീപ് കമ്മിങ് ബാക്ക്. ഇത് ഈ ഡിവൈഎസ്പി പറയുമെന്ന് നമ്മൾ എങ്ങനെയാ പ്രതീക്ഷിക്കുക? അതുകൊണ്ടാണ് എയുടെ പരിപാടി നമ്മുടെ ഉള്ളിലാണ്. നമുക്കാണ് എ വലുത്. പുറത്തെ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച് തെറ്റായ സന്ദേശം. അതുകൊണ്ടാണ് എനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞ ആളുകൾ വേണം സന്ദേശം കൊടുക്കാൻ. എന്തുകൊണ്ടാണ് ഇതിന്റെ സോവർട്ടി ലിമിറ്റ് വെക്കുകയും ഈ സന്ദേശങ്ങളെ കുറിച്ച് നമുക്ക് ഇത്തിരി ബോധ്യം വേണം, ഈ ലിറ്ററേച്ചറുകൾ അറിയണം എന്ന് പറയുന്നതിന്റെ കാരണം സന്ദേശത്തെ വെറുതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരിക്കണം നമ്മൾ പൊതുജന മധ്യങ്ങളിൽ കൊടുക്കേണ്ടത്. എയുടെ സന്ദേശം പ്രചരിക്കുമ്പോൾ അനോണിമിറ്റി എന്ന് പറയുന്നത് എവിടെ ലംഘിക്കണം, എന്ത് ചെയ്യണം എന്നത് കൃത്യമായി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിക്കാൻ സാധ്യതയുള്ള എനെ കുറിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിൽ നമ്മൾ വിട്ടു നിൽക്കാറുണ്ട്. ഈ വീഡിയോ പൊതുജന മധ്യത്തിലേക്ക് ഒരു പരസ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അംഗങ്ങളായിരിക്കില്ല. ഇപ്പൊ പല വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട് മീറ്റിംഗ് പ്രസന്റിൽ നടക്കുന്നൊക്കെ. അതെല്ലാം പുറത്തുള്ള ആർട്ടിസ്റ്റുമാരായിരിക്കും. അംഗങ്ങൾ ഉണ്ടാവാറില്ല വീഡിയോയിൽ. അത് നമ്മൾ വിട്ടു നിൽക്കാറുണ്ട്. കാരണം എയുടെ ഒരു പരിപാടി
നമുക്കറിയാം ജാക്ക് അലക്സാണ്ടറുടെ ലേഖനമൊക്കെ എയിൽ വമ്പൻ രീതിയിൽ ആളുകൾ കടന്നു വരാൻ കാരണമായത് എയിൽ എങ്ങനെയായിരിക്കണം ഒരു വാർത്ത എന്ന് വിൽസൺ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പാലിച്ചത് കൊണ്ടാണ് എയുടെ സന്ദേശം മനോഹരമായിട്ട് കൊടുക്കാനും ഈ കണ്ട 28 ലക്ഷം അംഗങ്ങളായിട്ട് നമ്മൾ മാറാനും ഇനിയും അത് മുന്നോട്ട് പോകുന്നതിനും കാരണം നമ്മൾ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയ എങ്ങനെയെങ്കിലും വഴിപാട് കൊടുത്തിട്ട് നമ്മളൊരു വാർത്ത കൊടുക്കലല്ല എയുടെ പബ്ലിക് ഇൻഫർമേഷൻ. അപ്പോ ഏതൊരു കാര്യവും നമ്മൾ കൊടുക്കുമ്പോൾ ആ എയുടെ തത്വങ്ങൾ നിന്നുകൊണ്ട് ആണ് നമ്മൾ ചെയ്യുക. കാരണം വ്യക്തിക്ക് മുൻസ്ഥാനം കൊടുക്കല്ല, നമ്മുടെ ഈ സന്ദേശത്തിനാണ് പ്രാധാന്യം. മാത്രമല്ല എയിലൊരു താരം അവതരിക്കുക, ഒരാളിപ്പോ എയിലൊരു താരമായിട്ട് ഇങ്ങനെ മാറുക, അതില്ല ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പൊ ഒരു താരത്തെ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. താരം ഉണ്ടായതിനു ശേഷം നമ്മൾ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അറിയാലോ, ആരാണെങ്കിലും വ്യക്തിപരമായിട്ട് തന്നെ എന്നോട് തന്നെ അത് വ്യക്തമായിട്ട് അത് ഓർമ്മപ്പെടുത്താറുണ്ട് എയുടെ ഈ ഒരു കാര്യം, എങ്ങനെ ആയിരിക്കണം ഞാൻ നിൽക്കേണ്ടത് ആൽക്കഹോളിക്സ് അനോണിമസിൽ എന്നുള്ളത്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് എന്താണ് അനോണിമിറ്റി എന്ന് പറയുന്ന ആ പാംലെറ്റ്, അണ്ടർസ്റ്റാൻഡിങ് അനോണിമിറ്റി നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ള ലഘുലേഖ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇനി നമ്മൾ പാംലെറ്റിന്റെ തുടക്കത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ നമുക്കറിയാം, നമുക്ക് 12 ആശയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ആശയം എന്താണ്? സങ്കല്പങ്ങളുണ്ട്. നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലോക സേവനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അധികാരവും പരമാധികാരവും മുഴുവൻ കൂട്ടായ്മയുടെയും കൂട്ടായ മനസാക്ഷിയിൽ നിക്ഷിപ്തമായിരിക്കണം. എയുടെ സങ്കല്പങ്ങൾ അനുസരിച്ചാണ് നമ്മൾ വേൾഡ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തനം ഉണ്ടാവുന്നത്. എയുടെ സങ്കല്പം എന്താണ്? എയുടെ പ്രവർത്തനങ്ങൾ, ജനറൽ സർവീസ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ആ ലോക സേവനം, മറ്റു മനുഷ്യരിലേക്ക് എത്തുന്ന സന്ദേശമാണ് ലോകത്തിന്റെ സേവനം എന്ന് പറയുന്നത്. അത്യാസക്തരിലേക്കുള്ള സന്ദേശം തന്നെയാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതേപോലെ പരമാധികാരം. ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്? ആരാണ് ഇതിന്റെ പരമാധികാരി? തീർച്ചയായിട്ടും അത് മുഴുവൻ കൂട്ടായ്മയുടെയും കൂട്ടായ മനസാക്ഷിയിൽ നിക്ഷിപ്തമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജനറൽ സർവീസ് ഓഫീസിൽ ഇങ്ങനെ ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. ജനറൽ സർവീസ് കോൺഫറൻസ് ആണ് ഈ കൂട്ടായ മനസാക്ഷി. നമ്മൾ തെരഞ്ഞെടുത്ത ആളുകൾ ചേർന്ന, നമ്മുടെ ഓരോ ഭാഗത്തു നിന്നുമുള്ള മനുഷ്യർ എയുടെ ഗ്രൂപ്പുകൾ അറിയിച്ച സന്ദേശത്തെ അറിയിക്കുന്ന ഒന്ന്. അവിടെയാണ് തീരുമാനമെടുക്കുന്നത്. അവിടെ തീരുമാനം അത് ഗ്രൂപ്പിൽ നിന്ന് പോയതായിരിക്കും, ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതായിരിക്കും. യഥാർത്ഥത്തിൽ എയുടെ പ്രവർത്തനം കൃത്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ അറിഞ്ഞിട്ടുണ്ടാവും. അത് മൊത്തം കൂട്ടായ്മയുടെ കൂട്ടായ മനസാക്ഷിയിൽ ഇത്തരം രീതിയിൽ ചർച്ചകൾ നടന്നതായിരിക്കും ഒരു ജനറൽ സർവീസ് കോൺഫറൻസിന്റെ തീരുമാനം. നമ്മുടെ ഗ്രൂപ്പ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് അത് അറിഞ്ഞിട്ടുണ്ടാവും. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പിന്റെ പ്രവർത്തനം ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ മാറ്റണം. നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ കോൺഫറൻസിൽ എന്താ തീരുമാനം എന്നുള്ള, ഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം. അപ്പോ എയുടെ ഗ്രൂപ്പാണ് കൂട്ടായ്മയുടെ അവസാന വാക്ക്. ഗ്രൂപ്പ് തന്നെയാണ് ഏറ്റവും വലുത് നമ്മുടെ ഇതില്. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു വിപരീത ദിശയിലുള്ള കൂട്ടായ്മ എന്നാണ് പറയുക. ഈ 12 സങ്കല്പങ്ങളുടെ ഒരു പുസ്തകത്തിൽ നമ്മളോട് അത് കൃത്യമായിട്ട് പറയുന്ന ഒരു വാചകമാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ പിരമിഡിന്റെ രീതിയിലാണ് ഏറ്റവും മുകളിൽ ഗ്രൂപ്പ് തന്നെയാണ് നിൽക്കുന്നത്. ലോക സേവനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പരമാധികാരവും ട്രസ്റ്റിമാരിലോ ജനറൽ സർവീസ് ബോർഡിലോ അതല്ലെങ്കിൽ GSO ന്യൂയോർക്കിലോ അല്ല. അവരെല്ലാം വിശ്വസ്ത സേവകരും എയുടെ ഗ്രൂപ്പ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആളുകളാണ്. അല്ലാണ്ട് GSO ന്യൂയോർക്കിൽ തീരുമാനമെടുത്ത് ഗ്രൂപ്പിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് പറയുന്ന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം. അതവിടെ കൃത്യമായി പറയണം. ജനാധിപത്യത്തിന്റെ മഹനീയമായ ആദർശവും അത് തന്നെയാണ്. അത് തന്നെയാണ് എയിൽ നിൽക്കുന്നത്. വളരെ കൃത്യമായ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫെലോഷിപ്പ് നമ്മുടെ എയുടെ മൊത്തം ഘടന ഓരോ വ്യക്തിഗത ഗ്രൂപ്പുകളുടെയും മനസാക്ഷിയിലും അതിന്റെ പങ്കുചേരലിലും ആശ്രയിച്ചിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പും അതാതിന്റെ കാര്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നത് മറ്റെല്ലാ ഗ്രൂപ്പുകളിലും അതിൻ്റെതായ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തിയും അവനവന്റെ സുബോധത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധാലുവാണോ അത്രയും ശ്രദ്ധ ഇപ്പോഴും കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് സഹായം എത്തിക്കുന്ന കാര്യത്തിൽ ഗ്രൂപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എയുടെ മൊത്തം ഘടന ഓരോ വ്യക്തിഗത ഗ്രൂപ്പുകളുടെയും മനസാക്ഷി, നമ്മളെ ഗ്രൂപ്പ് കോൺഷ്യസ്, അവിടെ നിന്നുള്ള തീരുമാനങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും,
എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ നമ്മളത് വോട്ടെടുക്കും. 2/3 ഭൂരിപക്ഷം നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മളത് നറുക്കെടുക്കും. അതിന്റെ പങ്കുചേരലിലും ആശ്രയിച്ചിട്ട് ഇരിക്കുകയാണ്. ആ രീതിയിലാണ്. ഒരു തവണ ഈ ഒരു തീരുമാനം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടായാൽ പിന്നെ നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കും. നമ്മൾ ചിലപ്പോൾ നമ്മുടേതായ എതിർപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മനസാക്ഷി തീരുമാനം ദൈവമാണ് എന്ന് പറയുന്ന 2ാം പാരമ്പര്യം കടന്നു വന്നാൽ പിന്നെ നമ്മൾ ചർച്ച പോലും ചെയ്യില്ല പുറത്ത്. അതാണ് കാരണം എന്ന നിലയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യാം. ഇനി ഓരോ ഗ്രൂപ്പും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മറ്റു ഗ്രൂപ്പുകളെയും തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആത്മീയ തത്വം തന്നെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ട പ്രയോജനക്ഷമതയാണ് നമ്മുടെ ആത്മീയ അടിത്തറ. നമ്മുടെ ആദർശം അത് തന്നെയാണ് ഏടെ. അതുകൊണ്ട് നമ്മൾ കുടിക്കാതിരിക്കുന്നു, എനിക്ക് ജീവൻ തന്നു ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് ഞാൻ പറയുമ്പോൾ ആ ഒരു ശ്രദ്ധ എന്റെ കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കലല്ല. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു മനുഷ്യരുടെ കാര്യത്തില് ഗ്രൂപ്പ് എന്ന നിലയിലും അല്ലെങ്കിൽ ഏടെ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. പലരും ചോദിക്കാറുണ്ടായിരുന്നു, ഈ എന്തുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ എന്താ നമ്മളുടെ ശ്രദ്ധ. യഥാർത്ഥത്തിൽ അങ്ങനെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക അംഗം എന്ന നിലയിൽ പറ്റുമോ? നമുക്ക് മാറി നിൽക്കാനൊക്കെ പറ്റും. നമ്മുടെ വീടും നമ്മളും എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക. പക്ഷെ എന്താണ് നമ്മുടെ ഉദ്ദേശം? എന്താണ് നമ്മൾ പലപ്പോഴും ഇടപെടുന്നതും അവിടുത്തെ കാര്യങ്ങൾ ഈ രീതിയിൽ നടക്കണമെന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന്റെയും കാരണം ഇത് മറ്റു മധ്യാസക്തരിലേക്ക്, നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടാവരുത്. കൂടുതൽ പേരിലേക്ക് ഏയുടെ സന്ദേശം എത്തിക്കണം. ഓരോ ആളുകളും ഇതിലേക്ക് കടന്നു വരണം. ഇതിലെത്തിയ ആളുകൾ തന്നെ നമുക്കറിയാം എത്ര കഷ്ടപ്പെടുന്നുണ്ട് സുബോധത്തോടെ നിൽക്കാനായിട്ട്. പലപ്പോഴും വീണു പോകുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ. അപ്പൊ നമ്മുടെ പ്രവർത്തനം മറ്റു മധ്യാസക്തരിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് സന്ദേശം. എയ്ക്ക് ഒരു അധികാര കേന്ദ്രവും ഇല്ല, നമുക്ക് നിയമങ്ങളില്ല, കുറച്ച് 12 പാരമ്പര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ ചെറിയ സംഘടനാ സ്വഭാവമാണ് ശരിക്കും നമുക്കുള്ളത്. നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, കാരണം നമ്മൾ അതുകൊണ്ട് ലളിതമായിരിക്കുക എന്ന ആശയത്തിൽ ഊന്നുന്നവരാണ് നമ്മൾ. കാരണം കോംപ്ലിക്കേറ്റഡ് ആളുകളാ കള്ളുടിയന്മാര്. വളരെ ഒരു പ്രശ്നം അത് നേർവഴിയിൽ അങ്ങ് തീർക്കില്ല. എന്നെ പോലുള്ള ആളുകൾ അതിങ്ങനെ കുറേ വളഞ്ഞു, ഒരു കാര്യം നേരിട്ട് പറയാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് വളഞ്ഞു പറയുന്ന സ്വഭാവമാണ്. ഇതേ പ്രവർത്തനം തന്നെ നമുക്കുണ്ട് എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് നമ്മൾ ലളിതമായിട്ട് ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ സംഘടനാ സ്വഭാവമൊക്കെ ചുരുക്കിക്കൊണ്ടായിരിക്കണം. കാരണം എപ്പോഴും ഒരു സംഘടന നശിക്കുന്നത് നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടികളാണ്. ഇത് വല്ലാത്ത ലഹരിയാണ് അധികാരം എന്ന് പറയുന്നത്. പുനഃപതനങ്ങളുടെ പ്രധാന കാരണമായിട്ട് ജിമ്മിയുടെയൊക്കെ കഥകൾ ഇന്നും 4ാമത്തെ എഡിഷനിലുണ്ട്. അതിൽ പറയുന്നത് മണി, പവർ, സെക്സ്, ഈ 3 കാരണങ്ങൾ പല പുനഃപതനങ്ങളും പഴമക്കാർ അന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് പുനഃപതനങ്ങൾ എന്നുള്ളതാണ് സത്യം. നമ്മൾ നോക്കിയാൽ മതി. പണത്തോട്, ഭൗതികമായ കാര്യങ്ങളോടുള്ള നമ്മുടെ ആർത്തി, അതൊരു വല്ലാത്ത ലഹരിയാണ്. അവിടെ നമ്മൾ വെറീഡാവും. അധികാരം മനുഷ്യനെ എന്നും കുഴക്കിയിട്ട്, ലോകമുണ്ടായ കാലം മുതൽ തന്നെ അധികാരത്തോടുള്ള മനുഷ്യന്റെ ആഗ്രഹം നിന്നില്ല. ഒരു കാര്യവും ഇല്ല, എനിക്ക് യാതൊരു കാര്യവും ഇല്ലെങ്കിൽ എനിക്ക് അധികാരം വിട്ടൊഴിയാൻ പറ്റില്ല. പല സംഘടനകളുടെയും തലപ്പത്തൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ ആ സംഘടനയിൽ നിന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വരുമാനവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല UAE കാലത്ത്. പക്ഷെ എനിക്ക് പുതിയൊരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ്. എന്റെ അധികാര പരിധിയിലേക്ക് വേറെ ആരും കടന്നു വരാതിരിക്കാനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്താണ് കാര്യം? ശരിക്കും ഇന്ന് പ്രോഗ്രാമിൽ വരുമ്പോൾ അറിയാതെ എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞത്, അധികാരം മനുഷ്യൻ വല്ലാത്ത ലഹരിയിലേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറഞ്ഞ സംഘടനാ സംവിധാനമാണുള്ളത്, എല്ലാവരും സമന്മാരാണ്, വിശ്വസ്ത സേവകരാണ് ആളുകൾ. അപ്പൊ അതുകൊണ്ട് ബില്ല് പറഞ്ഞു 1960 ഏയുടെ പാരമ്പര്യങ്ങള് സ്വമനസാലെ ആരാജ്യ നടത്തിപ്പിന്റെ ആൾക്കാര് ആരാജ്യ പാരമ്പര്യങ്ങൾ ലംഘിച്ചാന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ഞങ്ങളിത് സ്വന്തം മനസാലെ അനുസരിക്കുകയാണ്. ഓരോ അംഗവും, ഞാൻ എന്ന അംഗം അനുസരിക്കേണ്ടതാണ് എന്റെ പാരമ്പര്യം. മറ്റുള്ളവരുടെ പാരമ്പര്യ ലംഘനത്തിന്റെ പിന്നാലെ പോക്ക് ഞാൻ നിർത്തിയത് അങ്ങനെയാണ്. ഞാൻ അനുസരിക്കുക, എന്റേതായ ഗ്രൂപ്പിൽ എന്റെ അഭിപ്രായം പറയുക, അതേ എനിക്ക് ചെയ്യാൻ പറ്റൂ.
മറ്റേ നമ്മൾ പറയില്ലേ, നമ്മൾ വേറെയുള്ള കാര്യങ്ങളിൽ അവിടെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് പ്രയോജനമുണ്ടോ? നമ്മുടെ തിങ്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. 3 തിങ്കാ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ടതാണോ? അതാണ് ആദ്യത്തെ തിങ്ക്. രണ്ടാമത്തെ തിങ്ക്, ഇതിപ്പോ പറഞ്ഞതുകൊണ്ട് എനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മൂന്നാമത്തെ തിങ്ക് ഇതാണ്, ഈ കാര്യം ഇപ്പോ പറഞ്ഞാൽ നേരിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്, ആരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയേണ്ടത് എൻ്റെ ഗ്രൂപ്പിലാണ്, അവിടെയാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തേണ്ടത്. എൻ്റെ പാരമ്പര്യം ഞാൻ പാലിക്കേണ്ടതാണ്, മറ്റുള്ളവരുടെ പാരമ്പര്യ ലംഘനത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പാരമ്പര്യം പാലിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. അത് വരേണ്ട സ്ഥലങ്ങളിൽ എൻ്റെ ഗ്രൂപ്പിൽ ഈ പാരമ്പര്യം ഉണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തുക. ഞാനുമായി ബന്ധപ്പെട്ട എയുടെ പ്രവർത്തനങ്ങളിൽ ഈ പാരമ്പര്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുക. ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് സ്വമനസ്സാലെ അനുസരിക്കുകയാണ്. നമ്മളെല്ലാം അങ്ങനെയാണ്. എന്നാൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. കാരണം എന്താണ്, ഇത് എനിക്ക് ആവശ്യമാണ്, എൻ്റെ എ എനിക്ക് ആവശ്യമാണ്. ആരാ എക്ക് അങ്ങനെ അധികാരമൊന്നുമില്ല. അയാൾ ട്രസ്റ്റി ഉണ്ട്, ഡെലിഗേറ്റ് ഉണ്ട്, ഇന്റർ ഗ്രൂപ്പിന്റെ ചെയർമാൻ, അവരുടെ ഒന്നുമല്ല, എൻ്റെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ സെക്രട്ടറിയും അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇതൊക്കെ മാറി എൻ്റെ ഗ്രൂപ്പ്. ആ നെഞ്ഞത്ത് കൈവച്ച് ഇത് എൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആളുകളാണ്. അത് റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ്. ഗ്രൂപ്പ് അങ്ങനെ ഏതെങ്കിലും ഒരു അധികാരിയുടെ തണലിൽ വളരേണ്ട ഗ്രൂപ്പല്ല. ഓരോ മനുഷ്യരും ഇന്ന് വരാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. ആരാണ് ഗ്രൂപ്പിന്റെ അധികാരി? വരാനിരിക്കുന്ന ആളുകളാണെന്ന് പറയാറുണ്ട്. മറ്റു മനുഷ്യർക്കായിട്ട് എൻ്റെ പഴമക്കാർ എനിക്ക് വേണ്ടി തന്ന ഈ ഒരു സന്ദേശത്തെ ഇനിയും വരാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ഇവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ സ്വയം അനുസരിക്കേണ്ടത് ആ പാരമ്പര്യം. അതെനിക്ക് ആവശ്യമാണ്. എൻ്റെ ഗ്രൂപ്പ് നിലനിൽക്കണോ, ഞാൻ പാരമ്പര്യം അനുസരിച്ചിരിക്കണം. ജീവൻ നൽകുന്ന ബന്ധങ്ങൾ സത്യമായും മുളപൊട്ടിയിരിക്കുന്നത് സജീവമായ അനുഭവത്തിൽ നിന്നും. വളരെ സജീവമായിട്ടുള്ള ജീവൻ നൽകുന്ന ബന്ധങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അത് മുളപൊട്ടിയിരിക്കുന്നത് എവിടെയാണ്? സജീവമായ അനുഭവങ്ങളിൽ നിന്നാണ്. നമ്മൾ നിരവധി പാഠങ്ങളിലൂടെ പഠിച്ചു വന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ. വലിയ വില നമ്മൾ അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങൾ പഠിക്കാനായിട്ട് പല ആളുകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പഴമക്കാരായ മനുഷ്യർ ആ ഒരു വടംവലിയിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും ജീവൻ മദ്യത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ അനുഭവത്തിൽ നിന്നുമാണ്. ഇത് വേരുറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? സ്നേഹത്തിലാണ്. പാരമ്പര്യങ്ങൾക്ക് നമ്മൾ പറയാറുണ്ട് കടുകട്ടിയായിട്ടുള്ള, പല പഴമക്കാരും പറയും ഈ പാരമ്പര്യ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും വൈകാരികത ഇല്ലാതെ കാണിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അതൊരു കുഴപ്പമാണ്. നമ്മളെ ഇടയിൽ കയറി തടസ്സപ്പെടുത്തും, ശബ്ദം ഉണ്ടാക്കും, കൂകി വിളിക്കും. ആൽക്കഹോളിക്സ് അനോണിമസ് അച്ചടക്കമില്ലാത്ത ഒരു പ്രവർത്തനം ഉണ്ടാവില്ല. ഒരു ഏക്കാരൻ, ഞാനൊരു ഏക്കാരനാണോ, ഞാൻ പ്രവർത്തിക്കേണ്ട വിധമുണ്ട്. വൈകാരികത അതിലംഘിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് രോഗത്തിന് ശമനം ഉണ്ടായിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്താറുണ്ട്. വളരെ വൈകാരികത മാറ്റി നിർത്തിക്കൊള്ളുമ്പോൾ പ്രതികരിക്കാതിരിക്കുക എന്ന മര്യാദ പറയാറുണ്ട് നമ്മളോട്. വ്യക്തിപരമായിട്ട് പാലിക്കേണ്ടതാണത്. എങ്ങനെയായിരിക്കണം പാരമ്പര്യം ലംഘിക്കുമ്പോൾ ഗ്രൂപ്പിൽ ഞാൻ പ്രവർത്തിക്കേണ്ടത്? വളരെ കൃത്യമാണ്. അപ്പോ സ്നേഹത്തിലാണ്. ഇതൊക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറ്റങ്ങൾ ഞാൻ പറയാനോ അല്ല ആൽക്കഹോളിക്സ് അനോണിമസ് എന്നോട് ഇത് പറഞ്ഞിട്ടുള്ളത്. അടിത്തറ സ്നേഹത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹമാണ്. അല്ലാതെ ബലം പിടിച്ചിരിക്കാനോ മറ്റുള്ളവർക്കെതിരെയുള്ള എന്താ പറയുക പോരാട്ടമോ ആൽക്കഹോളിക്സ് അനോണിമസിലില്ല. സ്നേഹത്തിലാണത്. ഇവിടെയാണ് എയുടെ പാരമ്പര്യങ്ങളുടെ ശക്തി, ഇവിടെ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത്. എയുടെ പാരമ്പര്യങ്ങളുടെ രഹസ്യം ബില്ല് പറയുന്നുണ്ട് അവിടെയാണുള്ളത് എന്ന്. പ്രാദേശിക ഗ്രൂപ്പുകളുടെ ഒത്തൊരുമയിലൂടെയും ജനറൽ സർവീസ് കോൺഫറൻസിലേക്കുള്ള അവരുടെ പ്രതിനിധികളിലൂടെയുമാണ് എ രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഗ്രൂപ്പുകളെല്ലാം ചേർന്നിട്ട് ഇന്റർ ഗ്രൂപ്പായിട്ടും അത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഡിസ്ട്രിക്ട്, നമ്മുടെ ഇപ്പൊ നമുക്ക് നാട്ടിലൊക്കെ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ ഡിസ്ട്രിക്ട് തന്നെ 2 രീതിയിലാക്കിയിട്ട് പല DCMമാരും അതിന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് പബ്ലിക് ഇൻഫർമേഷൻ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് ഓരോ കാര്യങ്ങൾ അവര് തൊട്ട് താഴെയുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. കോർഡിനേഷൻ ഗ്രൂപ്പുകളാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർ വിട്ട പ്രതിനിധികളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷമാണ് അത് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസിലേക്ക് നമ്മൾ അയക്കുന്നതാണ്. ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് പോകുന്നത്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താനും ഒരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ കാര്യക്ഷമമായി മറ്റു മധ്യാസക്തർക്ക് സന്ദേശം കൊടുക്കാം,
അതാണ് ഇതിന്റെ പ്രധാനം. ഒരൊറ്റ കച്ചവടം. സന്ദേശം എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന ഒരൊറ്റ കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കോൺഫറൻസ് അഭിപ്രായ ഐക്യത്തോടെ പ്രവർത്തിക്കുന്നു. അവിടെ എന്താണ് നമ്മുടെ നിയമം? മറ്റു ഗ്രൂപ്പുകളെയോ എനെ മൊത്തത്തിലോ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ച് ഓരോ ഗ്രൂപ്പും സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുക. മറ്റു ഗ്രൂപ്പുകളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലാണ്ട് ഓരോ ഗ്രൂപ്പിന്റെയും കാര്യങ്ങൾ വേറൊരാളെ ഫോളോ ചെയ്യുക, ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ഇന്റർ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പുകളെല്ലാം ഇങ്ങനെ ആയിരിക്കണം, ഇതൊന്നുമില്ല. ഓരോ ഗ്രൂപ്പും സ്വതന്ത്രമാണ്. വേറെ ഗ്രൂപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. വേറൊരു ഗ്രൂപ്പുള്ളപ്പോൾ അടുത്ത അതിനോട് തെറ്റിയിട്ട് അതേ ഗ്രൂപ്പ് നടക്കുന്ന സമയത്ത് മത്സരിച്ചുകൊണ്ട് വേറെ മീറ്റിംഗ് നടത്തുക, ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. സ്വയം നമ്മൾ അതിനൊക്കെ മാറി നിൽക്കും. കാരണം നമ്മുടെ ആത്മീയത നിൽക്കുന്നത് മറ്റുള്ളവരോടുള്ള ക്ഷമയിലൂടെയും വിട്ടുകൊടുക്കലിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ പറഞ്ഞു ബില്ല്, സ്നേഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എയുടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെല്ലാം അതിൽ അംഗങ്ങളായ മധ്യാസക്തർ. ആരാണ് എയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? നമ്മൾ മധ്യാസക്തരായ നമ്മളാ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും പാരമ്പര്യങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറ്റാവുന്ന ജോലികൾ ഓരോന്നിനും പ്രാധാന്യം ഉണ്ട് എന്ന് ഗ്രൂപ്പിൽ പറയാറുണ്ട്. ഓരോ ജോലിക്കും, ചായ ഉണ്ടാക്കുന്ന ആള്, ചായ കൊണ്ടുവരുന്ന ആള്, അടിച്ചു അത് തുടയ്ക്കുന്ന ആള്, എല്ലാ മനുഷ്യരും വേണം. കേട്ടിരിക്കാൻ നമ്മൾ പറയാറില്ലേ, ഏതെങ്കിലും ഒരാൾ സംസാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? സംസാരിക്കാൻ ഒരാളുണ്ടായിട്ട് കാര്യമില്ല. അത് കേട്ടിരിക്കാനുള്ള ആളുകൾ വേണം. എല്ലാത്തിനും ഒരാൾ കേട്ടിരിക്കുമ്പോൾ എത്ര നേരം ചുമരോട് സംസാരിക്കാൻ പറ്റും? ഒഴിഞ്ഞിരിക്കുന്ന കസേരകൾക്ക് ആ ഗ്രൂപ്പിലെ ചെയർമാനും അതിന്റെ പ്രവർത്തകരും ഉത്തരവാദിയാണെന്ന് പറയാറുണ്ട് പലപ്പോഴും. നമ്മൾ പരിശോധന നടത്തേണ്ട ഗ്രൂപ്പിന്റെ ഇൻവെന്ററിയിലുള്ള പരിശോധനയിലാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും പ്രാധാന്യമുണ്ട്. ഗ്രൂപ്പിൽ നന്നായി ഷെയർ ചെയ്യുന്ന ആൾക്ക് പ്രാധാന്യമൊന്നുമില്ല. എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. ചായ ഉണ്ടാക്കുന്ന ആൾ, ഒന്നും ഷെയർ ചെയ്യാൻ വയ്യാത്ത ആള്, അപ്പൊ എന്നും കേട്ടിരിക്കുന്ന ആളുണ്ട്, അയാൾക്കും പ്രാധാന്യം ഉണ്ട്. അതില് ഒരാളെയും കുറച്ചു കാണുന്നില്ല. ഓരോ മനുഷ്യരും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ട്. കേട്ടിരിക്കുന്നോളം മഹനീയമായ ഒന്നുണ്ടോ? വേറെ ഒരു കാര്യമില്ലല്ലോ. വേറൊരാളെ കേട്ടിരിക്കുക, സഭയോടുകൂടി ആ ഒരു മണിക്കൂർ ഒന്ന് മീറ്റിംഗ് നടക്കുമ്പോൾ, അതൊക്കെ എയുടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന പണികൾ നമുക്ക് ചെയ്യാം. ആ രീതിയിൽ കടപ്പെട്ടിരുന്നു. ഗ്രൂപ്പിന്റെ എല്ലാ പരിപാടികളും എന്തുണ്ട്, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തോടെ ജനാധിപത്യ രീതിയിലാണ്. ഒരു വ്യക്തി സെക്രട്ടറി ആയി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായി എന്ന് പറഞ്ഞിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. ഒരു വിഷയാവതരണം നടത്തണം, അല്ലെങ്കിൽ മീറ്റിംഗിൽ ഇപ്പോൾ ഒരു സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിലും വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റ്. നമ്മൾ കൃത്യമായി ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളെ വിളിച്ചറിയിക്കണം. ഏതെങ്കിലും ഒന്ന് രണ്ട് എതിർപ്പുണ്ടാക്കുന്ന അംഗങ്ങളെ വിളിച്ചുകൊണ്ടല്ല പറയേണ്ടത്. ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും, ഹോം ഗ്രൂപ്പായി കരുതുന്ന മുഴുവൻ ആളുകളെയും കൃത്യമായി അറിയിക്കണം. ജനാധിപത്യ രീതിയിലാണ്. നമ്മളതിനെ മറികടക്കാൻ പാടില്ല. അവിടെ നെഗറ്റീവ് ഉണ്ടാവും, അതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവും. പലരും പറയുകയെ അധികം ചർച്ച ഒന്നും ചെയ്യണ്ട, അത് നടക്കില്ല, അതൊക്കെ വെറുതെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് പരിപൂർണ്ണ ചർച്ച ചെയ്തിട്ടേ ഉണ്ടാക്കാൻ പാടൂ. നല്ലത് മികച്ചതിന്റെ ശത്രുവായി തീരും. നമുക്കറിയില്ല ഏതാ മികച്ചത് എന്നുള്ളത്. ഏതെങ്കിലും വ്യക്തിയെ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾക്കോ എക്ക് മുഴുവനായോ വേണ്ടി നിയമിച്ചില്ല. ആരും എയുടെ, നമ്മൾ പറയാറുണ്ട്, മീറ്റിംഗിൽ സംസാരിക്കുന്ന ആൾക്കാരോ എയുടെ വിഷയാവതരകരോ എയുടെ ഇതൊന്നുമല്ല, എന്താ പറയാ, സ്പോക്സ് പേഴ്സൺ അല്ല. പലപ്പോഴും ഈ ആളുകള് ഈ മറ്റാളുകളെ അറിയിക്കാനൊക്കെ ആയിട്ട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ അത് അവനവന് വേണ്ടിയിട്ടല്ല പലപ്പോഴും ചോദ്യം ചോദിക്കുക. അപ്പൊ ഈ ചോദ്യം എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ മീറ്റിംഗിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് വേറെ മധ്യാസക്തർ എടുക്കില്ല ഈ ചോദ്യം ചോദിച്ചാലൊന്നും. എത്ര പഴമക്കാരനായാലും ആ പഴമക്കാരൻ പറഞ്ഞത് ഞാൻ എടുക്കണ്ടേ? അപ്പൊ എനിക്ക് വേണ്ട ചോദ്യം ഞാൻ ചോദിക്കാൻ പാടുമെന്ന് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. കാരണം ഒരു ആളും എക്ക് വേണ്ടി സംസാരിക്കാനില്ല. ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് പൂർണ്ണമായിട്ടും വേറെ മധ്യാസക്തർ എടുക്കുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് അതിന്റെ ഗ്രൂപ്പിന്റെ മനസാക്ഷിയിലാണ്. അല്ലാണ്ട് ഒരാളും എയുടെ സ്പോക്സ് പേഴ്സണോ എക്ക് മൊത്തമായിട്ട് വേണ്ടി പ്രവർത്തിക്കാൻ ആരും നിയമിച്ചിട്ടില്ല. നമുക്ക് തന്നെ അറിയാം, എയുടെ ഗ്രൂപ്പുകൾ പോലും കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ വിരലടയാളം പോലെ ഓരോ ഗ്രൂപ്പും വ്യത്യസ്തരാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു ഗ്രൂപ്പില് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഗ്രൂപ്പ് ഉണ്ട് അത്രേ. അത് കഴിഞ്ഞ ആൾക്കാർ നിലത്തൊക്കെ കടന്നിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് വളരെ വിചിത്രമായ രീതിയിലുള്ള ഗ്രൂപ്പുകൾ പറഞ്ഞു. ഒരു ഗ്രൂപ്പ് എന്ന ഒരാൾക്ക്, വിദേശത്തുള്ള ഗ്രൂപ്പാണ്, അവിടുന്ന് ഒരു ലെറ്റർ കൊടുത്തു ഇയാളെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് വളരെ അത്ഭുതമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന പുതിയൊരു അറിവ് എനിക്കിന്ന് കിട്ടി, വിദേശത്തുള്ള ഒരു കൺട്രിയിൽ. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള വ്യത്യസ്തമായ വിരലടയാളം പോലെ വ്യത്യസ്തമായ ഗ്രൂപ്പ് സുബോധത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും കേവലം ഗ്രൂപ്പ് തലത്തിലും മാത്രമല്ല പ്രാദേശികമായ തലങ്ങളിലും വ്യത്യസ്തമായ സമീപനമാണ് ഉള്ളത്.
ഓരോ ഗ്രൂപ്പും അവരവരുടെ പരിപാടികൾ സ്വന്തം നിലയിൽ ക്രമീകരിക്കാൻ പറ്റും. അംഗങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ശക്തമായി ഒന്നിച്ച് പ്രവർത്തിക്കും. അവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയും. അവിടെ പുതിയതായിട്ട് പുതുമക്കാർ മീറ്റിംഗിലേക്ക് സഹായത്തിന് അഭ്യർത്ഥിക്കുമ്പോൾ ഗ്രൂപ്പിന്റെ കരങ്ങൾ ഐക്യത്തോടു കൂടി അവിടെ ഉണ്ടാകും. അവർ കൈപിടിച്ച് കയറ്റും. കാരണം നമുക്ക് എന്താണ്, ഗ്രൂപ്പിന്റെ സഹായം ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മീറ്റിങ്ങുകൾ ഉണ്ടാവണം, ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് വേണം. അപ്പോ ബില്ല് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, മൊത്തത്തിലുള്ളതിന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഞാനെന്ന അംഗം. നമ്മൾ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ വളരെ കൃത്യമാണത്. പ്രപഞ്ചത്തിലെ മൊത്തത്തിലുള്ളതിന്റെ വളരെ ചെറിയൊരു ഭാഗമാണ് എന്ന് അംഗം എന്ന നിലയിൽ ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ ഉള്ളിൽ ആഗ്രഹങ്ങളും അതിമോഹവും ഗ്രൂപ്പിന്റെ നാശത്തിന് കാരണമാവുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടെങ്കിൽ എന്റെ വാശികൾ അതെല്ലാം ഞാൻ വിടണം, അതിനെ അടക്കി നിർത്തണമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ വ്യക്തിക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഏറ്റവും പ്രധാനം ഗ്രൂപ്പാണ്. എൻ്റെ വ്യക്തിപരമായ അഭിലാഷങ്ങളെയും കാര്യങ്ങളെയും വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ അടക്കി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. എന്നെ കേട്ടിരുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട്, അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു രാജേട്ടാ. താങ്ക് യു ഉണ്ണിച്ചേട്ടാ.